Hello, good morning. Good morning, Miss. എല്ലാരും 50 പേരുള്ളൂല. പോയി കുറഞ്ഞു വരികയുള്ള ക്ലാസ്സുകളൊക്കെ എടുത്തു തീർന്നത് കൊണ്ടാണോ? പോർഷൻസ് ഒക്കെ എല്ലാവരുടെയും തീർന്നത്, പിള്ളേര് കയറുന്നത് കുറവാണല്ലോ ഇപ്പൊ. കേൾക്കണല്ലേ? കാണാൻ പറ്റണല്ലോ ടീച്ചറെ, കാണാൻ പറ്റണില്ല. കേൾക്കുകയും ചെയ്യാം. ടീച്ചറെ കാണാൻ പറ്റണില്ല. എന്നെ കാണാൻ പറ്റില്ല. എന്ത് കാണാനില്ല? കാണുന്നുണ്ട് സ്മിത ചേച്ചി എന്നോട് ലെഫ്റ്റ് ആയിട്ട്. ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്തോ. കാണുന്നുണ്ടോ സ്മിത? ശരിയായോ? കാണുന്നില്ല. നെറ്റിന്റെ വല്ല വീക്കാണോന്ന് അറിയില്ല. ഇപ്പോഴും ഇല്ല. ഇല്ല. ബാക്കി എല്ലാവർക്കും വിസിബിൾ ആണോ? അതെ മിസ്സേ. അതെ. ഓക്കെ, അപ്പൊ നമ്മളുടെ പോർഷൻസ് തീർന്നു. നമുക്കറിയാം എന്റെ പോർഷൻസ്, അതായത് നമുക്ക് തന്നിരുന്ന പോർഷൻസ്, എന്താ പറയാ, ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ എടുത്തു തീർന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഉള്ളത്. അപ്പൊ നമുക്ക് അടുത്ത നടപടി എന്തായിരിക്കും? റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ റിവിഷൻ നമുക്ക് രണ്ട് രീതിയിലാണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. പറയാം. അപ്പൊ നമുക്ക് റിവിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, എക്സാമിന് 2 എണ്ണമാണ് നിങ്ങൾക്ക് നടത്തണ്ടേ. ഒരു 3 and 4 മൊഡ്യൂളിന്റെ മാത്രമുള്ള എക്സാമും പിന്നെ ഒരു 1st to 4th വരെയുള്ള മൊഡ്യൂൾസിന്റെ എക്സാം. 2 രീതിയിലായിരിക്കും എക്സാം വരിക. അപ്പോ അങ്ങനെയാവുമ്പോ നമുക്ക് അത് രണ്ടും ചെയ്യണമല്ലോ അല്ലെ. അപ്പൊ അതിന് പകരം നമുക്ക് ആ ബാക്കിൽ നിന്ന് തന്നെ അങ്ങോട്ട് പോകാം. കാരണം ആദ്യം വരുന്നത് എക്സാം എന്ന് പറയുന്നത് 3rd and 4th മൊഡ്യൂൾസിന്റെ എക്സാം ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇനി എല്ലാം കൂടി ഒരുമിച്ചുള്ളത് നടത്തുള്ളൂ എന്നറിയാലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലാസ്റ്റിൽ നിന്ന് തന്നെ ആ ലാസ്റ്റത്തെ 2 മൊഡ്യൂളാണ് നമുക്ക്, എന്താ പറയാ, നിങ്ങൾക്ക് 3 and 4th മൊഡ്യൂളിൽ എനിക്ക് എടുക്കാനുണ്ടായിരുന്ന ചാപ്റ്റേഴ്സ് ഉള്ളൂ. അപ്പോ അതാണെന്ന് നമ്മൾ റിവൈസ് ചെയ്യാന്ന് വിചാരിച്ചേക്കണേ. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്ത ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? മൊഡ്യൂൾസ് ഏതൊക്കെയായിരുന്നു? ഏത് ചാപ്റ്ററുകളൊക്കെ എടുത്തത് ലാസ്റ്റത്തെ മൊഡ്യൂളില്? അതെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽസും 2 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ.
കുറച്ച് ലെങ്തി ചാപ്റ്റർ ആയിരുന്നു. മാത്രമല്ല നമുക്ക് ഇച്ചിരി ഡൈജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി പാടുള്ള ചാപ്റ്റർ ആയിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് കുറെ വായിച്ച് മനസ്സിലാക്കേണ്ടതായതുകൊണ്ടാണ്. ചിലതൊക്കെ നമുക്ക് ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കി വെക്കാനായിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയാ പ്രാക്ടിക്കലായിട്ടും അല്ലെങ്കിൽ ചിലപ്പോ ചില സാധനങ്ങളൊക്കെ നമ്മളിപ്പോ റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് അത് അങ്ങനെ മനസ്സിലാക്കി വെക്കാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഒരു തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു. തിയറിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അവിടെ നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ ചിലതൊക്കെ പറയാന്നുള്ളത് മാത്രമല്ലാതെ എല്ലാത്തിനും ഇതിനെ കണക്ട് ചെയ്ത് പറയാനായിട്ട് വല്ല ടേംസോ അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് വരുന്ന ചില കാര്യങ്ങളൊക്കെ ഇല്ല. അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചാപ്റ്റർ ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ച് എന്താ പറയാ ഹാർഡായിട്ട് തോന്നണേ. നമ്മൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ തരാറുണ്ട്. പിന്നെ എന്താ പറയാ ക്വസ്റ്റ്യൻസ് നമുക്ക് മോക്ക് ടെസ്റ്റിന് വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. 3rd and 4th മൊഡ്യൂൾ ഏകദേശം ആ രീതിയിലായിരിക്കും എല്ലാവരുടെയും കേട്ടോ. കാരണം എല്ലാ ആളുകളുടെയും ടീച്ചേഴ്സിന്റെയും അങ്ങനെ തന്നെയാണ്. അത് അങ്ങനെയാണ് അവര് ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ബുക്കിൽ. അപ്പൊ അതുകൊണ്ടാണ് അത് വന്നേക്കുന്നത്. അതായത് നമുക്ക് ഹോസ്പിറ്റൽസിലേക്ക് ഡയറക്റ്റ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാകാം, രോഗങ്ങളാകാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആവുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി പഠിക്കാനും നമ്മുടെ ബോഡി പാർട്സിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പഠിക്കാനൊക്കെ എളുപ്പമായിരിക്കും. നമുക്ക് ഇന്നതാണെന്ന് മനസ്സിലാക്കി വെക്കാമല്ലോ. അത് അങ്ങനെ അതുകൊണ്ട് അത് എളുപ്പമായിട്ട് തോന്നുകയും ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ എല്ലാ ഓർഗനൈസേഷനെയും സംബന്ധിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളുകളിൽ നിങ്ങൾ പഠിച്ചത് മുഴുവൻ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എല്ലാ ഓർഗനൈസേഷനിലും ആവശ്യമാണ്, ഹോസ്പിറ്റൽസിൽ മാത്രമല്ല. അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻസ്, പിന്നെ നിങ്ങൾ മാർക്കറ്റിംഗ് അതൊക്കെ കുറച്ചൊക്കെ പഠിച്ചല്ലോ അല്ലെ. അപ്പൊ ഇതൊക്കെ എല്ലാത്തിനും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെ, IT, അത് എല്ലാ ഓർഗനൈസേഷനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ 3rd and 4th മൊഡ്യൂളിൽ വന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. നമ്മൾ ഇച്ചിരി സമയം മറ്റേതിനേക്കാൾ കുറച്ചുകൂടി സമയം കൂടുതൽ എടുത്ത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി പഠിക്കാനായിട്ട് നോക്കുക. തരുന്ന നോട്ടുകൾ, അതായത് നോട്ടുകൾ മീൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ ഞങ്ങൾ തരുന്നുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വായിച്ച് പഠിക്കാൻ നോക്കുക കേട്ടാ. അപ്പൊ ഏതായിരുന്നു ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് തന്നിരുന്നേ എന്ന് പറയാമോ? അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തുടങ്ങി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. 2-3 പേജ് വെച്ച് നിങ്ങൾ ഇനി എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞുതരാം. ഞങ്ങള് അങ്ങോട്ട് പറയല് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കി വെച്ചേക്കണേന്നൊന്ന് പറയാനായിട്ട് ശ്രമിക്കാം. എല്ലാവരും ഒന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഇതിപ്പോ 1 വേ കമ്മ്യൂണിക്കേഷൻ പോലെയാവും, അല്ലെങ്കിൽ 1 മാൻ ഷോ പോലെ ആയി പോകും. ഒരാള് ഇപ്പൊ നമ്മള് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങളതൊന്ന് വായിച്ച് സമയം എടുത്ത് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അതെന്താണെന്ന് അതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറഞ്ഞാൽ മതി. ഫുൾ ആയിട്ട് പറയണമെന്നൊന്നുമില്ല. ഇപ്പൊ ഒരു പാരഗ്രാഫ് നമ്മൾ വായിച്ചു, ആ പാരഗ്രാഫിൽ എന്താണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ആകെ തുക ഒന്ന് പറഞ്ഞാൽ മതി. അതിന്റെ ഒരു ടോട്ടൽ സമ്മറി പോലെ ഒരു ചെറിയ കൺക്ലൂഷൻ ആയിട്ടുള്ള ഒരു രീതിയിൽ പറഞ്ഞാൽ മതി കേട്ടോ. അല്ലാണ്ട് ഫുള്ളൊന്നും വായിച്ച് നിങ്ങൾ അതിന്റെ മലയാളം ഒന്നും പറയണ്ട, എനിക്കത് ആവശ്യവുമില്ല. ഓക്കെ, അതിലെന്താ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പൊ ഒരു എന്താ പറയാ കുറച്ച് ഫംഗ്ഷൻസ് ചോദിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുടെ അഡ്വാൻറ്റേജസ് ചോദിച്ചു, അല്ലെങ്കിൽ അതിന്റെ ഇത്. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും ആ ഒരു വലിയ സെന്റൻസ് ആണെങ്കിൽ കൂടി അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നേക്കുന്ന കാര്യം എന്താണ്, അത് വെച്ചിട്ട് നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുക. അപ്പൊ ആ രീതിയിലായിരിക്കും കേട്ടാ. അതൊന്ന് പറഞ്ഞു തരിക. ഓക്കെ, നമുക്കൊന്ന് ക്വസ്റ്റ്യൻസ് തന്നതൊന്ന് ഇപ്പൊ തന്നെ ഡിക്റ്റേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ റിവിഷനിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ 2 ദിവസം 1-2 ദിവസം ചിലപ്പോൾ റിവിഷൻസ് നമുക്ക് തരാൻ പറ്റും. ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് ഇനി ചിലപ്പോൾ സ്റ്റഡി ലീവ് തരും. അപ്പൊ നിങ്ങൾ ഇത് വായിച്ചു പഠിക്കാം. മൊഡ്യൂളുകൾ ചാപ്റ്റേഴ്സിന്റെ എണ്ണം ശരിക്കും പറഞ്ഞാൽ മറ്റേതിനെ അപേക്ഷിച്ച് 1st and 2nd മൊഡ്യൂൾസിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് കുറവാണ് ചാപ്റ്ററുകളുടെ എണ്ണം എല്ലാവരുടെയും. പക്ഷെ ഇത്തിരി ലെങ്തി ചാപ്റ്റേഴ്സ് മാത്രമാണ്, അതാണ് പ്രത്യേകത. ഒന്ന് വായിക്കാമോ? ക്വസ്റ്റ്യൻസ് വായിക്കാമോ? ഓരോന്ന് വായിക്കാം. വായിക്കും. Who is the first to call himself PR professional? എല്ലാ ക്വസ്റ്റ്യൻ അല്ല. നമ്മൾ വായിക്കാൻ പറഞ്ഞേ. How can the hospitals make public relation to improve public relation? ഇതാണ് Patient satisfaction survey. General opinion poll, cost of care, turnover medical staff, consistent number attendance by patient, donations, dama. ഇതാണോ ടീച്ചറെ? ആൻസർ. ഓക്കെ, പിന്നെ അതിന്റെ ആൻസർ അത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതാണോ മിസ്സേ?
ഒരു മിനിറ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് വായിക്കാമോ? എനിക്ക് കൺഫ്യൂഷൻ How ആയി. can the hospitals make public interactions to improve public relations? Which makes the improve പബ്ലിക് റിലേഷൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യമാണ് ചോദിക്കണേ. How can the hospital make public interactions to improve public relations? 7 പോയിന്റ് ആണോ ടീച്ചറെ? ഡൗട്ട് ഉണ്ട് അതിന്റെ ആൻസറിന്. ഒരു മിനിറ്റ് ഞാനൊന്ന് ക്വസ്റ്റ്യനിലേക്ക് എത്തട്ടെ. ഇത് ഉത്തരം ഏതായിരുന്നു? ഉദ്ദേശിച്ച കാര്യമില്ല തോന്നുന്നു. കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയുള്ളതായി എഴുതിയെന്നൊന്ന് പറയാമോ? എന്നിട്ട് ഞാൻ പറയാം. ഏത് ഭാഗത്തു നിന്ന് തുടങ്ങിയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തന്നെ? ടൂർസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇൻഡിക്കേറ്റേഴ്സ് അത് കഴിഞ്ഞ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളത്. സൈനേജ് ബോർഡിന്റെ ഒക്കെ ടീച്ചർ പറഞ്ഞില്ലേ? സൈനേജ്, നെയിം ബോർഡ്, ഫ്ലോർ പ്ലാൻസ്, അത് കഴിഞ്ഞാണ് ക്വസ്റ്റ്യൻ ഇട്ടത്. അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് തന്നത്. തന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. 7 പോയിന്റ്സ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻസിന്റെ ആൻസർ 7 പോയിന്റ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? അത് കഴിഞ്ഞിട്ടുള്ളതായിരുന്നെങ്കിൽ അടുത്തത്. It is the role of dash of suggest hospital administration methods to overcome their shortcoming and interpret the functioning of the hospital to the community. Advisory committee. Advisory council. Okay. അടുത്ത ക്വസ്റ്റ്യൻ. Dash and staff should use every opportunity to speak to other service organization on health matters. CEO. CEO. ചീഫ് എന്താണ്? സിഇഒന്റെ ഫുൾ ഫോം എന്താണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? What do you mean by turnover of health staff? Turnover of staff is an indicator of good public relation of the organization. അത് ഞാൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സില്. ആ സെന്റൻസ് തന്നെയാണ് എഴുതണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെയല്ലേ എഴുതിയത്? എല്ലാവരും എഴുതിയിട്ടില്ലേ? കുറച്ച് പേര് മാത്രമേ വായിക്കണുള്ളൂ, കുറച്ച് പേര് മിണ്ടാതിരിക്കാനുള്ള. എഴുതിയുണ്ടോ എല്ലാവരും ആൻസർ ഒക്കെ? ശരി. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കേ. Dash helps to identify the ways of improving medical care and translates into better and happier patients. Indicators for measuring public relations. Public relations. Okay. പിന്നെ അടുത്തത് ഏതാ? It is in the complaints customer remembers better the outcome. Are the words of Isidore Sharp.
ഐസഡോർ ഷാപ്പിന്റെ വേർഡ്സ് ആണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ഇൻ ദ കംപ്ലൈന്റ് ദാറ്റ് ദ കസ്റ്റമേഴ്സ് റിമെമ്പേഴ്സ് ബട്ട് ദ ഔട്ട്കം. കംപ്ലൈന്റുകളെല്ലാം ഓർത്തിരിക്കുക, അതിന്റെ റിസൾട്ട് ആയിരിക്കും ആളുകൾ എപ്പോഴും ഓർത്തിരിക്കുക എന്നുള്ളതാണ് ഐസഡോർ ഷാപ്പിന്റെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ വേർഡ്സ് ആണത്. അടുത്തത്, Volunteers are also known as voluntary corps. വോളണ്ടിയർ കോപ്സ് ആണ്. വോളണ്ടിയേഴ്സിനെ വോളണ്ടറി കോപ്സ് എന്നും മറ്റൊരു പേരുണ്ട്. Then More volunteerism in a hospital, better is the dash relation, public relation. Public relation. better public relations. Okay. Then Hospital's primary mission is to treat and dash ill patients, rehabilitate. rehabilitate ill patients. Then അടുത്തത്, Donations and dash from the public come in help in the important functioning of hospitals. Charitable contributions. charitable contributions. Expand LAMA. Okay. Expand LAMA. Living against medical advice. Living against medical advice. അതാണ് ലാമേനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ. ഇനി More dash patients was the hospital public relation. LAMA patients. മോർ ലാമ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അത് പബ്ലിക് റിലേഷൻസ് വേഴ്സ്റ്റ് ആണെന്നാണ് ഇതിന്റെ സൂചകമാണ്. Then Which of the living following ഉണ്ടോ is ടീച്ചറെ? not ഏതാ? പറഞ്ഞോട്ടെ. Which of the following is not a quality of PRO? ക്വാളിറ്റിയിൽ വരാത്തത് ഏതാന്നാ ചോദിച്ചേക്കണേ. Option A, media specialization. Option B, limited capacity for taking pain. Option C, nice voice and ability to speak. Option D, creative ideas. Hello, answer option B ആണ് limited capacity Limited for capacity for taking. ലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻസ് എന്നാണ് അതിനകത്ത് തന്നിരിക്കുന്ന ഒരു ക്വാളിറ്റി. പക്ഷെ നമുക്ക് ശരിക്കുള്ള ക്വാളിറ്റി ഏതാണ്? അതിന്റെ അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉണ്ട്, പക്ഷെ അതല്ല അത്, അല്ലെ? എന്ത് മാറ്റിയാ തന്നേക്കണേ? എന്താണത്? ക്വാളിറ്റി ആകണമെങ്കിൽ എന്തായിരിക്കണം അവിടെ? എന്തായിരിക്കണം? Unlimited capacity for taking pain ആണ് കേട്ടാ. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ പെയിൻ സഹിച്ചാൽ മതി എന്ന് വെച്ചാൽ വേദന എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള ഒരുപാട് പിരിമുറുക്കങ്ങളൊക്കെ അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതൊക്കെ ഏറ്റെടുക്കാൻ, അതൊക്കെ ബെയർ ചെയ്യാൻ തയ്യാറുള്ള ആളുകളാണ് ഈ ഒരു വർക്കിന് അല്ലെങ്കിൽ ഈ ഒരു ജോലിക്ക് എന്ത് ചെയ്യുക, അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി മാത്രമേ അങ്ങനെയുള്ള ജോലിയാണെന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കണം ഒരു എന്താ പറയാ ജോയിൻ ചെയ്യാനും, അല്ലെങ്കിൽ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും, എത്രത്തോളം എനിക്ക് സഹിക്കാൻ പറ്റും. ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പെയിൻഫുൾ ആകുന്ന രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകും ഔട്ട്സൈഡേഴ്സിന്റെ കയ്യിൽ നിന്ന്. ബിക്കോസ് ദേ ഹാവ് ടു ഡീൽ വിത്ത് എ ഗ്രൂപ്പ് ഓഫ് ഔട്ട്സൈഡേഴ്സ്. ഹോസ്പിറ്റലിനകത്തുമല്ല, ഏറ്റവും കൂടുതൽ ഔട്ട്സൈഡേഴ്സുമായിട്ടാണ്. വിസിറ്റേഴ്സ് ഉണ്ടാവും, പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ വരുമ്പോ ഇവർക്ക് ഇവരുടേതായ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കൊടുക്കേണ്ടി വരും. പല കാര്യങ്ങൾക്കും സൊല്യൂഷൻസ് കണ്ടെത്തേണ്ടി വരും. ചില സമയത്ത് അവര് വാക്കേറ്റം കൊണ്ടോ കയ്യേറ്റം കൊണ്ടോ ഒക്കെ ചിലപ്പോ ഇവരെ ട്രിഗർ ചെയ്യാനൊക്കെ നോക്കും. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസിലൊക്കെ അതൊക്കെ എന്താ പറയാ ക്ഷമയോടെ, വളരെ പേഷ്യൻസ് ആയിട്ട്, പേഷ്യന്റോടെ എന്ന് വെച്ചാൽ വളരെ സഹകരണ ശക്തി കൂടുതലുള്ള ആളുകൾ, എത്രയും വേദനകളായാലും ഏത് രീതിയിലുള്ള ശാരീരികമായതല്ല, അതിനേക്കാൾ കൂടുതൽ മാനസികമായിട്ടുള്ള വേദനകളൊക്കെ കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു മേഖല ആയതുകൊണ്ട് തന്നെ they must have a power. അതിനുള്ള ഒരു പവർ, ഒരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ അൺലിമിറ്റഡ് എന്ന് വാക്ക് ഉപയോഗിച്ചത്. അപ്പൊ ലിമിറ്റഡ് പോരാ, വളരെ ചുരുങ്ങിയ രീതിയിൽ ഒത്തിരി സഹിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നല്ല വിചാരിക്കേണ്ടത്. ഇതൊക്കെ സഹിക്കാൻ തനിക്ക് എന്താ പറയാ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് ഉദ്ദേശിച്ചിട്ട് വേണം ഇത്തരം ഒരു ജോലിക്കായിട്ട് അപേക്ഷ കൊടുക്കാനോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനോ ഒക്കെ. ഇനിയുണ്ടോ ക്വസ്റ്റ്യൻ? What are the promotional events in the function of PRO? അതാ പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ് 8 പോയിന്റ് എന്നുള്ള അതല്ലേ? ഏതാ മിസ്സാന്ന് പറയണേ, ഞാൻ എഴുതിയിട്ടില്ല. ഇവന്റ്സ് ഓഫ് ദ ഫംഗ്ഷൻ PRO പ്രിന്റ് ഉള്ള പോയിന്റ് അല്ലേ ടീച്ചറെ? ക്വസ്റ്റ്യൻ ഏതാണ്? പ്രൊമോഷണൽ. What are the promotional events in the function of PRO? Promotional events in the function of PRO. Planning publicity. അതാണോ? പ്ലാനിംഗ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ്, റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിംഗ്, അതാണോ ടീച്ചറെ?
പ്രസ് കോൺഫറൻസ് ആണ്. പ്രസ് കോൺഫറൻസ്. ഓപ്പൺ ഡേയ്സ്, എക്സിബിഷൻ, ടൂർസ് ആൻഡ് വിസിറ്റ്. ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസറിനകത്തുണ്ട് മാം അത്. To organize and പുറത്ത് വന്നിരിക്കുന്നതിനകത്ത് മാത്രം പറഞ്ഞാൽ മതി. ആ പ്രസ് കോൺഫറൻസ് to organize and attend promotion. To organize and attend a promotional events such as press പ്രൊമോഷണൽ conference, open മിസ്സേ days, ഒന്ന് exhibition, നോട്ട് tours പറഞ്ഞുതരാമോ മിസ്സേ? എന്താ മിസ് ഒന്ന് പറഞ്ഞു അതിന്റെ ആൻസർ? പറഞ്ഞുതരാം. മിസ്സേ അതിന്റെ ആൻസർ ഒന്ന് തരാമോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചേ. കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചേ. വാട്ട് ആർ ദ പ്രൊമോഷണൽ ഇവന്റ്സ് ഇൻ ദ ഫംഗ്ഷൻ ഓഫ് PR? promotional functions in the എഴുതിക്കോട്ടെ. ആൻസർ എഴുതിക്കോ. ഇത് ഫുള്ളായിട്ടൊന്നും എഴുതണ്ട. ആവശ്യമുള്ളത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ. ടു ഓർഗനൈസ് and attend promotional events to organize and attend promotional events such as press conferences, comma, open days, exhibitions, tours and visits, TOURS, tours and visits, etc. അതാണ് പ്രൊമോഷണൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഉണ്ടോ ക്വസ്റ്റ്യൻ? വായിച്ചേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. PR moves on the dash well. Local press. ലോക്കൽ പ്രസ് വെൽ. ലോക്കൽ പ്രസ്. അപ്പോ PRO മസ്റ്റ് നോ, ആരെ അറിയണം എന്നാണ് ചോദിച്ചത്. അത് ലോക്കൽ പ്രസിനെ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ഈ എന്താ പറയാ, ഈ ഹോസ്പിറ്റൽസിന് അല്ലെങ്കിൽ പല ഓർഗനൈസേഷൻസിനും അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവര് വളരെ കൃത്യമായി അറിയുന്ന ലോക്കൽ പ്രസ്സിലായിരിക്കണം തങ്ങളുടെ പല സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളായാലും അല്ലെങ്കിൽ പബ്ലിക്കിനെ അറിയിക്കേണ്ട കാര്യമായാലും, ചില കാര്യങ്ങൾ പബ്ലിക്കിനെ അറിയിക്കുന്നതോടൊപ്പം ചിലതൊക്കെ സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മളുടെ ഓർഗനൈസേഷനുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു ലോക്കൽ പ്രസ്, മാത്രമല്ല നമ്മളെ അറിയുന്ന ഒരു ലോക്കൽ പ്രസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യും ആ ഓർഗനൈസേഷനെ. അപ്പൊ അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ, ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക. കാരണം അവര് എഴുതി പിടിപ്പിക്കുന്നതിന്റെ കൂട്ടത്തില് ചില നെഗറ്റീവ് എന്താ പറയാ ഇമ്പാക്റ്റുകളും ആ ഓർഗനൈസേഷനെ കുറിച്ച് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടി അവരുടേതായ രീതിയിൽ അവിടെ എഴുതി ചേർക്കും. അപ്പൊ ഒരു ആളുകളുടെ വായനക്കാർക്ക്, നമ്മളറിയാലോ, നമ്മള് പേപ്പറൊക്കെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വരുന്ന വാർത്തകളൊക്കെ കൃത്യമായിട്ട് വായിക്കുന്നവരും, വായിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ നമ്മള് അതെല്ലാം അങ്ങനെ തന്നെയാണ്, എല്ലാം എഴുതിയിരിക്കുന്നതൊക്കെ എന്താ പറയാ വളരെ A to Z കറക്റ്റ് ആണ്, അതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതൊക്കെ വായിക്കണം. പക്ഷെ ഇതൊക്കെ വായിക്കുന്ന ആളുകള് അത് മനസ്സിലാക്കുന്നില്ല. ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ എക്സാജറേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി, അല്ലെങ്കിൽ ഡബിൾ മീനിങ് തരുന്ന രീതിയിൽ എഴുതിയിരിക്കുകയാണ് എന്നൊക്കെ മനസ്സിലാക്കില്ല. ചിലരൊക്കെ കൃത്യമായിട്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ എഴുതുന്നവരും ഉണ്ട്. അതേസമയം ചില
ആളുകളെ എന്താ പറയാ വായനക്കാരിൽ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന രീതിയിലൊക്കെ എഴുതിപ്പിടിപ്പിക്കുന്നവരും ഉണ്ട്. അപ്പൊ അതെല്ലാം ഏത് രീതിയിൽ എഴുതണമെന്ന് എഡിറ്റേഴ്സിന്റെ കയ്യിലാണ്, അവരുടെ കയ്യിലാണല്ലോ. അതുകൊണ്ട് അവരുടെ ഇതനുസരിച്ച് മാറ്റം വരുത്തിയൊക്കെ എഴുതാനൊക്കെ പറ്റും. അപ്പൊ ഒരു നല്ല ബന്ധമുള്ള ഒരു ലോക്കൽ പ്രസ്സും ആയിരിക്കണം, അവരെ ശരിക്കും അറിയുന്നവരും ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്ന ഫാക്ട്സ് ഒക്കെ തന്നെ അതിൻ്റെതായ കൃത്യതയോടെയും അതിനകത്ത് കൂട്ടിച്ചേർക്കലുകൾ പെടാതെയും ഒക്കെ അവർക്ക് ആളുകളിലേക്ക് പബ്ലിക്കിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ദേ ഷുഡ് നോ ദ ലോക്കൽ പ്രസ്. ലോക്കൽ പ്രസ്സിനെ കൃത്യമായിട്ട് അറിയണം. എന്തെങ്കിലും തരത്തിൽ നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു മോശം ഒരു വാക്ക് മാത്രം മതി, അല്ലെ, ഒരു വാക്ക് മാത്രം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പിടിച്ച ആളുകൾ ആ ഒരു നെഗറ്റിവിറ്റി നോക്കിയിട്ട് ആണ് നമ്മളെ വിലയിരുത്തുക. അപ്പൊ ആ ഒരു സംഭവം ഇല്ലാതിരിക്കാനായിട്ട് നല്ല അറിവുള്ള നമ്മളെ കൃത്യമായിട്ടും അറിയുന്ന രീതിയിലുള്ള ലോക്കൽ പ്രസ് തന്നെ വേണം PR സെലക്ട് ചെയ്യാനായിട്ട്. അതാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ പഠിച്ചുകൊണ്ടിരുന്ന പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതും അതിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെയാണ് കേട്ടോ. അപ്പൊ ഇത് അവിടെ ഇരിക്കട്ടെ. നമ്മളിപ്പോ ലാസ്റ്റ് പഠിച്ച ചാപ്റ്റർ അല്ലേ. അപ്പൊ ഇപ്പൊ നമ്മള് കുറച്ച് കേട്ട് ഇങ്ങനെ കേട്ടൊക്കെ ഇപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാവുമായിരിക്കും. അപ്പൊ നമുക്കിനി അടുത്ത റിവിഷന്റെ ആദ്യത്തെ ചാപ്റ്റർ തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിലുള്ളായിരുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഈ 2 ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് വേഗം നിങ്ങൾ തീർക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയത്തെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾസിന്റെ കൂടി എക്സാം എല്ലാം കൂടി ഒരുമിച്ചുള്ള എക്സാം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ബാക്കിയുള്ളത് റിവിഷൻസ് കൂടി നമുക്ക് സമയം കണ്ടെത്താനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പറ്റില്ല. ഓൾറെഡി നമ്മൾ അതിന്റെയൊക്കെ റിവിഷൻസ് തന്നതാണ്. പക്ഷെ എന്തെങ്കിലും നമുക്ക് സമയം ഉണ്ടെങ്കിൽ അത് വേഗം അതുകൂടി ചെയ്യാൻ പറ്റും. അടുത്ത ദിവസത്തേക്ക് നിങ്ങളിപ്പോ നോക്കിയിട്ട് വന്നാൽ മതി. ഞാൻ പറയാം, ലാസ്റ്റ് ക്ലാസ് കഴിയുന്നതനുസരിച്ച് പറയാം ഏതൊക്കെ ചാപ്റ്റർ ഒന്ന് നോക്കിയിട്ട് വരണമെന്ന്. അതനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതുകൂടി ഒന്ന് വേഗം ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞൊക്കെ പോകാം. ഏതെങ്കിലും ഇതിൽ വല്ല ക്ലാരിഫിക്കേഷന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുമ്പോഴേ എനിക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ ഹ്യൂമൻ റിസോഴ്സ്? അപ്പോയ അതൊരു ഓർഗനൈസേഷനില് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അത് സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഈസ് നോട്ട് എ കൺസ്ട്രെയിന്റ്. അതൊരു മാനദണ്ഡമല്ല. അല്ലാതെ തന്നെ ഏത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അവരവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് അവരൊക്കെ ഉണ്ട് അല്ലെ. എല്ലാവർക്കും അവരവരുടേതായ ഉത്തരവാദിത്വങ്ങളുണ്ട്. ഏത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ. അപ്പൊ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലും ഉണ്ടാവും. ഒരുപാട് എംപ്ലോയീസും എന്താ പറയാ സ്റ്റാഫ് വർക്കേഴ്സ് ഒത്തിരി എംപ്ലോയീസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെയും അവർക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഫോളോ ദ റൂൾസ് ആൻഡ് പോളിസീസ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ ഓർഗനൈസേഷന്റെ പോളിസീസും പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്ത് അവിടെ എന്താ പറയാ അവരുടെ ഡ്യൂട്ടീസ് ചെയ്ത് വർക്ക് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെയുള്ള ആളുകളെയൊക്കെ എന്താ പറയാ അവരെല്ലാവരെയും കൂടി ഒരുമിച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? ഹ്യൂമൻ അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ബോട്ടം ലെവൽ തുടങ്ങി ടോപ്പ് ലെവലിലുള്ള എല്ലാ എംപ്ലോയീസിനും കൂടി ഒറ്റ പേരാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അത്രേ ഉള്ളൂ. അത്രയാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ എന്താണ് വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്തായിരിക്കും? അപ്പൊ മറ്റു സെന്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? അവരെല്ലാം മാനേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അവിടെയുള്ള ഏറ്റവും താഴെയുള്ള വർക്കേഴ്സ് മുതൽ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള മാനേജ്മെന്റിനെ വരെ മാനേജ് ചെയ്യുക. അതായത് യാതൊരു തരത്തിലുള്ള അവിടെയുള്ള റുട്ടീനെ ബാധിക്കാതെ, ഹോസ്പിറ്റലിന്റെ ഡെയിലി അഫയേഴ്സിനെയോ റുട്ടീനെയോ ബാധിക്കാതെ, തടസ്സം വരാതെ ഏത് ഡിപ്പാർട്ട്മെന്റിലോ ഏത് മേഖലയിലോ ഏത് ഏരിയയിലോ ഏത് ഫ്ലോറിലോ യാതൊരു തരത്തിലും അവരുടെ ഫങ്ഷൻസിനെ ഒരു രീതിയിലും തടസ്സം വരാത്ത രീതിയിൽ സ്മൂത്ത് ആയിട്ട് എന്താ പറയാ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ട് ഇവരെ എല്ലാവരെയും എന്താ പറയാ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന, ഒന്ന് മാനേജ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവണം. അതായത് ഇവര് നമുക്കറിയാം ഒരുപാട് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ ചിലപ്പോൾ ചിലതൊക്കെ വിട്ടുപോയെന്ന് വരാം.
അല്ലെ? അങ്ങനെ പാടില്ല. ഇവരെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നും കൂടി മാനേജ് ചെയ്യണം. നമുക്ക് ഓരോരുത്തർക്കൊക്കെ ഓരോ ജോലികൾ ഓരോ ഓർഗനൈസേഷനിൽ കിട്ടി കഴിയുമ്പോൾ ആ ജോലികൾ നമ്മൾ ചെയ്യുമായിരിക്കാം, പക്ഷെ അത് വേണ്ട രീതിയിൽ വിനിയോഗിച്ച് സമയവും അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങളും ഉപയോഗിച്ച് അവരത് ഫിനിഷ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടതൊക്കെ വളരെ അത്യാവശ്യമാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞത് അല്ലെ? അപ്പൊ ഈ ഓർഗനൈസേഷൻ അതിന്റെ അതായത് നല്ല ഒരു രീതിയിൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആക്കി മാറ്റണമെങ്കിൽ the workers or the employees has to do their duties. അവരവരുടേതായ ഉത്തരവാദിത്തങ്ങൾ എല്ലാം തന്നെ കൃത്യമായിട്ട് ചെയ്യണം. According to the policies, programs and rules, regulations already made by the hospital organization. ആ ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൂൾസ്, റെഗുലേഷൻസ്, പോളിസീസ്, ഗൈഡ് ലൈൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എനിക്ക് എന്റെ ജോലി എന്റേതായ രീതിയിൽ ചെയ്യാം, പക്ഷെ എന്റേതായ രീതിയിൽ മാത്രം ചെയ്താൽ പോരാ. അവിടെയുള്ള കാര്യങ്ങൾ, ഞാൻ ഏത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു അവിടെ ഒരു നിയമങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അവിടുത്തെ പ്രൊസീജിയർ ഉണ്ടായിരിക്കും, അവിടുത്തെ ഗൈഡ് ലൈൻ ഉണ്ടായിരിക്കും. അതിന് ഫോളോ ചെയ്ത് വേണം പോകാനായിട്ട്. എനിക്കിപ്പോ പഠിപ്പിക്കാന്ന് 10 to 11 പഠിപ്പിച്ചു, അല്ലെങ്കിൽ 12 മണി വരെ പഠിപ്പിച്ചു, അപ്പൊ ഞാൻ പഠിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ എന്റെ ബാക്കി കാര്യങ്ങൾ. പക്ഷെ അങ്ങനെയല്ല. ഒരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്ത് വേണം അത് ക്യാരി ഓൺ ചെയ്യാൻ എന്നുള്ളതാണ്. അതും കൂടി നോക്കണം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുകാര്, അതും കൂടി നോക്കണം. HRM എന്ന് പറയുന്നത് ഒരു വലിയ ഒരു മേഖല തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, അതിന് ഏറ്റവും കൂടുതൽ പറഞ്ഞ കാര്യം എന്താണ്? അതിനകത്ത് ഫസ്റ്റ് പേജിൽ നമ്മൾ പറഞ്ഞത് ഈ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് മാനേജ് ചെയ്യാൻ അത്ര വലിയ എളുപ്പമല്ല. എന്തെങ്കിലും ഒരു മെഷീൻ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ, എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഇതിൽ സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വലിയ ടെംപ്ലേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന പോലെ ഒന്നും നടക്കുന്ന കാര്യമല്ല ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുക. ഒരു മനുഷ്യനെ നിയന്ത്രിക്കാൻ, മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു മെഷീനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ കയ്യിലൊക്കെ ടെലിഫോൺ, മൊബൈൽ ഫോണുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എത്രത്തോളം നമ്മൾക്ക് എവിടെ വരെ സമയം ഉപയോഗിക്കണം, ഏത് സമയത്ത് നമുക്കത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ഇതാണ് കാണേണ്ടത് എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അതനുസരിച്ച് നമ്മൾ നമ്മളുടേതായ രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ഈ സമയത്ത് ചെയ്യൂ എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനെ നിയന്ത്രിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യം. നമ്മുടെ വീട്ടിൽ തന്നെ എന്തിനാ നമ്മൾ വലിയ വലിയ ആൾക്കാരെ മനുഷ്യനെ നിയന്ത്രിക്കാനായി പോകണേ? നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളുടെ കുട്ടികളോടൊക്കെ നമ്മൾ പറയുമല്ലോ, അല്ലെ, ഇത്ര സമയമൊക്കെ മതി, ഇത് നീ ഉപയോഗിച്ചത്, അത് നീ മാറ്റി വെച്ചിട്ട് നീ വായിക്കാനുള്ള വല്ല ബുക്ക് എടുത്ത് വായിക്കും. അവര് ഇപ്പൊ തന്നെ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ മിനിറ്റുകൾക്ക് ഒരു ക്ഷാമമില്ല. പറയുമ്പോ അത്ര എളുപ്പത്തിൽ അവർ പറയും, പക്ഷെ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അവരത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും, എത്ര നമ്മൾ പറഞ്ഞാലും. അപ്പൊ അത് നിയന്ത്രിക്കുക എന്നുള്ളത് ഇച്ചിരി ഹാർഡായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു വീട്ടില് മറ്റുള്ളവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ പോലെയുള്ള ഒരു വലിയ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ അത്ര നിസ്സാരം സമയം കൊണ്ടോ നിസ്സാരമായിട്ടോ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യണം, മാനേജ് ചെയ്യണം. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് നമ്മൾ ഈ ആദ്യത്തെ പേജിൽ പറഞ്ഞത് കൂടുതലും, അല്ലെ? നമ്മളെല്ലാവരും പിന്നെ എന്തൊക്കെ പറഞ്ഞത് ഇതിനകത്ത്? ഈ ഒരു പേജിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഹ്യൂമൻ റിസോഴ്സസ് ഒരു ഓർഗനൈസേഷനിൽ ദ പീപ്പിൾ അറ്റ് വർക്ക്, ഒരു ജോലിക്കായിട്ട് വരുന്നത് ടു ഫുൾഫിൽ മെനി തിങ്സ്, അവരുടെ ഒരുപാട് കാര്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് വരുന്നത്. എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഒരു ഓർഗനൈസേഷൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാ വർക്ക് ചെയ്യണേ എന്ന് പറയാമോ? എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം? നമ്മൾ എന്തിനാ ജോലിക്ക് പോണേന്ന്? അതാണ് ഉദ്ദേശിച്ചത്. എന്തായിരിക്കും? പൈസ കിട്ടുന്നതിന് വേണ്ടി, പൈസ കിട്ടാനാണ്. പൈസ ഉണ്ടാക്കാൻ, അതിന് പ്രൈമറി ഗോൾ, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ അത് തന്നെയാണ്. ഒരു വരുമാന മാർഗം, അല്ലെ? നമ്മൾ ഒരു വരുമാന മാർഗം ഉണ്ടാക്കുക. ഇന്നത്തെ കാലത്ത് മണി ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമുക്കറിയാം, കൊച്ചുകുട്ടികളൊക്കെ കല്യാണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ പറയും, ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടായ അത്രയും നല്ല കാര്യം. കാരണം പണ്ടത്തെ രീതിയല്ല. പണ്ടൊക്കെ പെണ്ണുങ്ങൾ അടുക്കളയിൽ ഒതുങ്ങിക്കൂടുക എന്നുള്ള ഒരു ഇതായിരുന്നു, അല്ലെ? അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു എങ്കിൽ ഇന്ന് അങ്ങനെയല്ല. അവര് മാത്രം പുറത്തു പോയി ജോലി ചെയ്യുന്നു. പുറം ലോകം കാണാത്ത മനുഷ്യന്മാരൊക്കെ, സ്ത്രീകളൊക്കെ പണ്ട് ഒരുപാട് കാലങ്ങളിൽ ജീവിച്ചിരുന്നുണ്ടാവും. അടുക്കളത്തളങ്ങളിൽ മാത്രം കൊച്ചുങ്ങളെ നോക്കിയൊക്കെ ജീവിച്ചിരുന്ന അവരവരുടെ കാലം അങ്ങനെ കഴിച്ചു കൂട്ടിയവരുണ്ടാവും. പുറത്തെന്താ നടക്കുന്നത്, പുറത്തെങ്ങനെയാണെന്ന് പോലും കാണാത്ത ആളുകൾ ഉണ്ടായിരുന്നിരിക്കും ഒരു ജനറേഷനിലൊക്കെ, അല്ലെ? ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് എല്ലാവർക്കും. അവിടെ there is no gender discrimination ഒന്നും അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് സമൂഹത്തിൽ ഒരു നിലയും വില ഉണ്ടാകണമെങ്കിൽ എനിക്കൊരു ജോലി വേണം, അല്ലെ? ജോലിക്കൊക്കെ പുറത്തിറങ്ങി ഒക്കെ പോകുമ്പോഴാണ് എന്നെ ആളുകൾ അറിയുക, എനിക്ക് ആളുകളെയും അറിയാൻ സാധിക്കുക, എങ്ങനെയൊക്കെ ഉള്ള ആളുകൾ പുറത്തുണ്ട്,
അല്ലെ എന്റെ സ്വഭാവം ഉള്ളവരാണോ പുറത്തുള്ളവർ, നമ്മൾ വിചാരിക്കും നമ്മളുടെ സ്വഭാവം തന്നെയായിരിക്കും മറ്റുള്ളവർക്കെന്ന്. തീർച്ചയായിട്ടും ആകില്ല. നമ്മൾ ഇവിടെ വായിച്ചു നോ ടു പേഴ്സൺസ് ആർ ഓഫ് ഈക്വൽ ക്യാരക്ടേഴ്സ് ഓർ അലൈക്ക് എന്നാണ് നമ്മൾ പഠിച്ചത്. രണ്ടാളുകളെ എടുത്തു കഴിഞ്ഞാൽ രണ്ടാളുകളിൽ കൃത്യമായിട്ട് ഒരേ സ്വഭാവ രീതികളിൽ എല്ലാ A to Z എല്ലാ കാര്യത്തിലും നമുക്ക് കാണാൻ സാധിക്കില്ല. ചില സിമിലാരിറ്റീസ് ഉണ്ടാകാം, എന്നാൽ അതിനേക്കാൾ ഏറെ ഡിസിമിലാരിറ്റീസും ആയിരിക്കും അല്ലെ. അതായത് വ്യത്യസ്തതകൾക്കായിരിക്കും കൂടുതൽ തൂക്കം വരിക. നമ്മള് സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയാ രണ്ട് വ്യത്യസ്തതകളെ ഉള്ള ഒരു തട്ടായിരിക്കും ചിലപ്പോൾ കൂടുതൽ താന്നു നിൽക്കുക. സിമിലാരിറ്റീസ് ഉണ്ടാകും അല്ലെ, സാമ്യങ്ങൾ ഉണ്ടാകും. സാമ്യങ്ങളെക്കാൾ കൂടുതൽ എന്താ പറയാ വ്യത്യസ്തതകളായിരിക്കും ആളുകളിൽ കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ടു ഏൺ മണി അത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഗോൾ ഓഫ് പീപ്പിൾ അറ്റ് വർക്ക്. ജോലിക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മണി ഏൺ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെന്താ പറഞ്ഞു ആ പാഠത്തില് ആ പേജില് ഗെറ്റ് ആൻ എംപ്ലോയ്മെന്റ്, ഒരു ജോലി ഉണ്ടാക്കുക. ജോലിയുള്ളവനാണ് സമൂഹത്തിൽ വിലയുള്ളൂ എന്നൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതെന്തെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ല എന്നൊക്കെ നമ്മൾ പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ വീടുകളിൽ ഇരുന്നിട്ട് നമ്മള് വീട്ടിലെ മാത്രം ജോലി ഉണ്ടോ, ഇല്ല ഞാൻ ഹൗസ് വൈഫ് ആണ് എന്ന് പറയുന്നതിനേക്കാൾ മറ്റൊരാൾ പറയണോ ഞാൻ ഇന്ന ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ അവരോട് അവർക്ക് എത്ര ജോലിയുണ്ട് നമ്മളായാലും അങ്ങനെ ചിന്തിക്കും അല്ലെ. അപ്പൊ അതിന് വില തന്നെയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ചിലപ്പോ അധികം സാലറി ഒന്നും ഇല്ല എങ്കിലും നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ നമ്മളുടേതായ ജോലികൾ മാത്രം നമ്മൾ ഒരു ഡേ ലൈഫിൽ കാലത്ത് എന്തെങ്കിലും ഇന്നത് ചെയ്യുന്നു, എന്താ പറയാ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നു, അവരെയൊക്കെ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് വിടുന്നു, വൈകുന്നേരം വരെ നമ്മൾ അവിടെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, വൈകുന്നേരം അവർ വീണ്ടും വരുന്നു, അവരെ ശുശ്രൂഷിക്കുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു ദിവസം അങ്ങനെ എൻഡ് ചെയ്യുന്നത് വരെ നമ്മളുടേതായ ഇങ്ങനെ ഓട്ടം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പിറ്റേ ദിവസം ആ ഡെയിലി റുട്ടീൻ അങ്ങനെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഒരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയുടേതായ ഒരു സ്റ്റേറ്റസ് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പൊ ടു ഗെറ്റ് ആൻ എംപ്ലോയ്മെന്റ് ഈസ് ഓൾസോ അനദർ എയിം. ആളുകൾ ജോലിക്ക് പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പല കോഴ്സുകളായിട്ടും ഓരോരോ കോഴ്സുകൾ PSCക്ക് ചേരുന്നു, അല്ലെങ്കിൽ ഇന്ന കോഴ്സുകൾ പഠിക്കുന്നു. കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും നമുക്കത് നേടിയെടുക്കണം എന്നുള്ള ലക്ഷ്യബോധം അല്ലെ, അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഉണ്ടാക്കാനും സാധിക്കും. അത് നമുക്കൊരു നിലയും തരും എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ടു ഗെറ്റ് എംപ്ലോയ്മെന്റ് പിന്നെ എന്തിനായിരിക്കും ടു ഹാവ് ബെറ്റർ പ്രോസ്പെക്ട് ഇൻ ഫ്യൂച്ചർ. നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കാനും എന്ന് വെച്ചാൽ നമുക്കൊരു ഭാവിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യപ്രാപ്തിക്ക് കാശ് വേണം. അപ്പൊ ആ ലക്ഷ്യപ്രാപ്തിക്ക് ചിലപ്പോ കാശ് മാത്രം പോരാണ്ട് വരും അല്ലെ. ഞാൻ ഇന്ന ഒരാളായാലാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കുകയുള്ളൂ, എനിക്ക് ഇന്ന പൊസിഷനിൽ ഒരു ജോലി കിട്ടിയാലാണ് എന്റെ ഒരു എയിം ഡ്രീം കംപ്ലീറ്റ് ആവുള്ളൂ എന്നൊക്കെ വിചാരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ ഫ്യൂച്ചറിനെ നമ്മൾ എന്താ പറയാ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിനെ എന്താ പറയാ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നമുക്കൊരു ജോലി കൂടിയേ തീരൂ. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ to be treated as a human being. അതെ, ഒരു വർക്ക് പ്ലേസില് നമ്മൾ ഒരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ആളുകള് നമ്മളെ ഒരു മനുഷ്യനായി തന്നെ ട്രീറ്റ് ചെയ്യപ്പെടാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒരു ജോലിക്ക് പോവുക, അവിടെ ചെല്ലുക, അവിടെ പട്ടിയെ പോലെ കിടന്ന് പണിയെടുക്കുക, അങ്ങനെയല്ല. അവിടെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ വർക്കേഴ്സ്, നമ്മളെ കൂടെ ജോലി ചെയ്യുന്നവര്, അതുപോലെ തന്നെ അവിടുത്തെ ബാക്കിയുള്ള എന്താ പറയാ ഓണർമാരായാലും അല്ലെങ്കിൽ മാനേജേഴ്സ് ആയാലും അവരെയൊക്കെ നമ്മളെ ഹ്യൂമൻ ആയിട്ട് തന്നെ ഹ്യൂമൻ ട്രീറ്റ്മെന്റ്, ഹ്യൂമനെ പോലെ ട്രീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതും ഒരു എന്താ പറയാ നല്ലൊരു ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലക്ഷ്യം വെക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് അല്ലെ, അവിടെ ഒരു ജോലി സ്ഥാപനത്തിൽ നമ്മളെ ഹ്യൂമനെ പോലെ ട്രീറ്റ് ചെയ്യപ്പെടുക ആ ഒരു രീതിയിലും. അപ്പൊ ഇതൊക്കെ ഒരു വർക്ക് പ്ലേസിൽ ഒരു എന്താ പറയാ ഹ്യൂമൻ ആളുകൾ പോകുമ്പോൾ അവരുടെ മനസ്സിലുള്ള ചില ചിന്തകളാണ്. അപ്പൊ പൈസ ഉണ്ടാക്കണം, ജോലി കിട്ടണം, ഫ്യൂച്ചറിനെ സെറ്റ് ആക്കണം, പിന്നെ ടു ബി ട്രീറ്റഡ് ആസ് എ ഹ്യൂമൻ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടണം. ഇതാണ് നമ്മുടെ മനസ്സിലുള്ള വിചാരങ്ങൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് വി ഗെറ്റ്? ഇവിടെ എന്തൊക്കെ കിട്ടും നമുക്ക്? Social significance, professional significance, social significance, professional significance. ജോലി ഒരു പ്രൊഫഷണൽ പിന്നെ ഹെൽത്ത്, ഒരു പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് കിട്ടും. ഹെൽത്തി എൻവയോൺമെന്റ്, ടീം വർക്ക്,
സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ് അല്ല അതല്ല. ആ ഏറ്റവും ആദ്യം നമുക്ക് എന്ത് കിട്ടണം? ഒരു ജോലി സ്ഥലത്ത് സാലറി, വേജസ്, പരിഗണന, ശമ്പളം. അതുകൂടെ അതൊരു കാര്യമൊന്നുമില്ല അല്ലെ, അത് കിട്ടണം അല്ലെ. ടു ഏൺ അവർ വേജസ് ഓർ സാലറി ആൻഡ് അതർ ബെനിഫിറ്റ്സ്. ഓർഗനൈസേഷനിൽ ഇന്ന് സാലറി വേജസിന് പുറമെ ഒരുപാട് ആനുകൂല്യങ്ങളും കൊടുക്കുന്ന പല ഇന്ന് അങ്ങനെയും കൂടി കൊടുത്താലാണ് ആളുകൾ കുറച്ചുകൂടി കുറെ ദീർഘകാലമൊക്കെ ആ ഒരു ഓർഗനൈസേഷനിൽ പിടിച്ചു നിൽക്കുള്ളൂ. മറ്റ് ബെനിഫിറ്റുകളൊക്കെ ഉണ്ട്, ഒത്തിരി ബെനിഫിറ്റുകൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. സിക്ക് അലവൻസുകൾ ആയിക്കോട്ടെ, ചില അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നതിന് അല്ലെ അക്കോമഡേഷൻ, അങ്ങനെയുള്ള ബെനിഫിറ്റുകൾ. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് സ്കോളർഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അത്തരം ബെനിഫിറ്റുകളും കൂടി നമ്മൾ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ നമ്മളുടെ വിലയേറിയ സമയം, നമ്മുടെ വിലയേറിയ സേവനം ആ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യുന്നത്, നമ്മുടെ അറിവും കഴിവൊക്കെ ഉപയോഗിച്ച് നമ്മളതൊക്കെ കൊടുക്കുന്നത്. അപ്പോ അത് നമ്മൾ കൊടുക്കുന്നതിനാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം അല്ലെങ്കിൽ ആ ഒരു റിട്ടേൺ ആണ് നമുക്ക് കിട്ടുന്ന വേജസ്, സാലറീസ് ഓർ അതർ ബെനിഫിറ്റ്സ്. ആൻഡ് ഓൾസോ മാത്രമല്ല നമുക്ക് അതോടുകൂടി നമ്മളുടേതായ അറിവിനെ ഇൻക്രീസ് ചെയ്യാൻ അല്ലെ, നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കാൻ, നമുക്കൊരു പ്രൊഫഷണൽ സ്റ്റാറ്റസ് കിട്ടാൻ ഇത് കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മാത്രമല്ല നമുക്ക് എന്താ പറയാ ബുദ്ധി, നമ്മുടെ തന്നെ അറിവ് വർദ്ധിപ്പിക്കാൻ, നമ്മളെ എഫിഷ്യന്റ് ആക്കുക നമ്മൾ ചെയ്യുന്ന ജോലിയിൽ. മാത്രമല്ല നമ്മുടെ സെൽഫ് നീഡ്സ്, നമ്മുടെ എന്താ പറയാ വ്യക്തിപരമായിട്ടുള്ള കുറെ ആവശ്യങ്ങളെയൊക്കെ നിറവേറ്റുക എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരു HR അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് പ്ലേസിൽ നിന്ന് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യാം. അപ്പൊ മാനേജ്മെന്റും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, അവരുടെ ഓർഗനൈസേഷനിലെ കാര്യങ്ങളെല്ലാം നേടുന്നതോടൊപ്പം തന്നെ എംപ്ലോയീസിന്, അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും കൂടി അവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പിന്നെ നമ്മൾ പറഞ്ഞു എന്താ പറയാ പീപ്പിൾ, എന്നെ കുറിച്ച് മറ്റൊരു വിശേഷം കൂടി അവിടെ പറഞ്ഞു, ഡൈനമിക് നേച്ചർ ഓഫ് പീപ്പിൾ. എന്താണ് പീപ്പിളിനെ കുറിച്ച് ഒരു വിശേഷണം പറഞ്ഞിരിക്കുന്നത്? ഡൈനമിക് നേച്ചർ ഓഫ് പീപ്പിൾ. ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ് അതിന്റെ അർത്ഥം? ഡൈനമിക് നേച്ചർ ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ എന്താ മനസ്സിലാക്കിയേ? അതായത് എല്ലാവരും ഒരേപോലെ ഉള്ള നേച്ചർ അല്ല, നേച്ചർ സ്വഭാവത്തിന്റെ കാര്യത്തിലും നമ്മള് എന്താ പറയാ ഫിസിക്കൽ, അതായത് അപ്പിയറൻസിൽ നമ്മളെല്ലാവരും ഒരുപോലെ അല്ല എന്നറിയാം. പക്ഷെ അപ്പിയറൻസിൽ മാത്രമല്ല മനുഷ്യന്മാർ വ്യത്യസ്തമായിട്ടിരിക്കുന്നത്, നേച്ചറിലും അതെ, സ്വഭാവത്തിന്റെ കാര്യത്തിലും എല്ലാവരും ഡിഫറെന്റ് ആണ്. ഡൈനമിക് നേച്ചറുമാണ് ആൾക്കാര്. മാത്രമല്ല ഇപ്പൊ കാണുന്ന സ്വഭാവമല്ല കുറച്ചു നേരം കഴിയുമ്പോൾ കാണാൻ പറ്റുക അല്ലെ. ഇപ്പൊ പറയും ചൂട് കൂടിയതുകൊണ്ട് സ്വഭാവത്തിന് ദേഷ്യമൊക്കെ വരുമെന്ന്. അങ്ങനെയല്ല, അതല്ല നേച്ചറിൽ നമ്മളുടെ എന്താ പറയാ നമ്മളുടെ ഉള്ളിലുണ്ട് നമ്മളുടെ എന്താ പറയാ ഏതെങ്കിലും തരത്തിലുള്ള നമ്മളുടെ ഹോർമോണുകളുടെയും മറ്റു കാര്യങ്ങളുടെയും ഒക്കെ ആ ഒരു പ്രൊഡക്ഷന്റെ രീതിയിൽ നമ്മളുടെ നേച്ചർ പല സമയങ്ങളിൽ വ്യത്യസ്തമായിട്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടായിരിക്കും കാലത്തൊക്കെ വരിക, കൂൾ മനസ്സോടും കൂടിയൊക്കെ വന്നിരിക്കും. പക്ഷെ കുറച്ചു നേരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ കടന്നു കൂടുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ദേഷ്യമോ ഒക്കെ ആയിട്ട് വരും. കുറച്ച് ചിലപ്പോൾ സാഡ് ആയിട്ട് പോകാം, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ മറ്റ് ഇറിറ്റേറ്റഡ് ആയിട്ട് പോകാം. അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ ആ മനുഷ്യന്മാരിൽ ഉണ്ടാകും. അപ്പൊ നേച്ചർ, സ്വഭാവം ആളുകളുടെ ഇടയിൽ വ്യത്യസ്തമാണെന്ന് മാത്രമല്ല മനുഷ്യന്മാരുടെ ഒരാളുടെ തന്നെ നേച്ചർ പല സമയങ്ങളിലും പല രീതിയിലും ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ മാൻ പവർ എന്ന് പറയുന്നത്, മാൻ പവറിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം ഒരു എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. മാത്രമല്ല മാനേജിങ് പീപ്പിൾ എന്ന് പറയുന്നത് ഡാഷ് എന്ന് പറയുന്നത്, മാനേജിങ് പീപ്പിൾ ഈസ് ദ ഡാഷ് ആൻഡ് ഡാഷ് ഓഫ് ബീങ് എ മാനേജർ. ഒരു മാനേജർ ആകുക എന്നതിന്റെ ഡാഷ് ആൻഡ് ഡാഷ് ഉണ്ട്. എന്താണത്? ഹാർട്ട് ആൻഡ് അതെ, ഹാർട്ട് ആൻഡ് എസൻസ്. മറക്കണ്ട ആ ഒരു സെന്റൻസും. ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ്. പൈവറ്റൽ എന്ന് മീൻസ് ഇമ്പോർട്ടന്റ് എന്നാണ്. ഒരു പൈവറ്റൽ ജോബാണ്, ഒരു ഇമ്പോർട്ടന്റ് ജോബാണ്, ഒരു എന്താ പറയാ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് മാനേജിങ് പീപ്പിൾ എന്ന് പറയുമ്പോൾ. ആ മാനേജിങ് പീപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ഹാർട്ട് ആൻഡ് എസൻസ് ഓഫ് എ മാനേജർ. ബീങ് എ മാനേജർ, മാനേജർ ആകുക എന്നുള്ളതിന്റെ ഒരു ഹാർട്ടാണ്, എസൻസ് ആണ് എന്ന് പറയാം. ഇനി ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ ഹ്യൂമൻ എലമെന്റ് കൺസിഡർ ചെയ്യാതെ ഒരു ബിസിനസ്സിന് സക്സീഡ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. ഇവിടെ കുറെ ഇഷ്ടംപോലെ വാല്യുബിൾ ആയിട്ടുള്ള മെഷീൻസ് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ നല്ല വില കൂടിയ ലക്ഷക്കണക്കിന് മൂല്യമുള്ള കുറെ മെഷീൻസ് കൊണ്ടുവന്ന് ഒരു ഓർഗനൈസേഷനിൽ സ്ഥാപിച്ചു. ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്ന് അവർ ബിസിനസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ആയിട്ടുള്ള മൾട്ടി സ്റ്റോറിയുടെ ബിൽഡിംഗ് ഉണ്ട്. ഒരുപാട് എന്താ പറയാ എഫിഷ്യന്റ് ആയിട്ടുള്ള നല്ല മാനേജർമാരെ മാത്രം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഓർഗനൈസേഷന് സക്സീഡ് ചെയ്യാൻ പറ്റില്ല. അത്രയൊക്കെ വലിയ കോടിക്കണക്കിന് മുതൽ മുടക്കി ഒരു ഓർഗനൈസേഷൻ സ്ഥാപിച്ചു. എന്നാൽ
ഹ്യൂമൻ റിസോഴ്സസിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിനെ എംപ്ലോയീസിനെ തഴഞ്ഞുകൊണ്ട് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവരുടെ സെൽഫ് നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കാതെ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ വേണ്ടത്ര രീതിയിലുള്ള സമയാസമയങ്ങളിലുള്ള ട്രെയിനിങ്സ് നൽകാതെ എ ബിസിനസ് കനോട്ട് അറ്റൈൻ ഇറ്റ്സ് സക്സസ്. ഒരു ബിസിനസ്സിന് ഒരിക്കലും അതിന്റെ സക്സസ് നേടാൻ സാധിക്കില്ല. നിർബന്ധമുള്ള കാര്യമാണ്. ജോലിക്കാരുണ്ട്, അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അവര് ജോലി ചെയ്തോളും, അവർക്ക് കാശ് കൊടുക്കണ്ട, അവർ ചെയ്തോളും ജോലി, അത് ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് അവർക്ക് കുറെ ജോലികൾ ചെയ്യാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാതെ അവരുടേതായ ചില ആവശ്യങ്ങളിൽ നമ്മളൊന്ന് ഇറങ്ങിച്ചെന്ന് ഫ്രണ്ട്ലി മാനറിൽ, പബ്ലിക് റിലേഷൻസിൽ നമ്മൾ പറഞ്ഞു ഒരു ഇൻഫോർമൽ മാനറിലായിരിക്കും അവരോട് ഇടപഴകി അവരിൽ നിന്ന് അവരെ എന്താ പറയും മാനസികമായിട്ട് സന്തോഷിപ്പിക്കുമ്പോഴാണ് ഒരാളിൽ നമുക്ക് ഫുൾ അവരുടേതായ രീതിയിൽ പുറത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. മാനസികമായിട്ട് സന്തോഷിപ്പിക്കണം. മനസ്സിൽ ഭയങ്കര എന്താ പറയാ അവരെ ഇൽട്രീറ്റ് ചെയ്ത്, അതായത് മോശം അവരോട് പെരുമാറിയിട്ട് അവരിൽ നിന്നും നിങ്ങൾ ഇങ്ങനെ ഇന്ന് വൈകുന്നേരം അവർക്ക് ഇത്രയെങ്കിലും ഇന്ന് ചെയ്തു തീർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നും നടക്കാൻ പോകില്ല. അവിടെ ആളെ ബുദ്ധിമുട്ടിക്കുക മാത്രമല്ല ചെയ്ത അവര് എത്ര പരിശ്രമിച്ചാലും അവർക്ക് ആ ഒരു മനസ്സിൽ അവരുടെ എപ്പോഴും അത് കിടക്കും. ഏത് അവരെ കുറിച്ച് ചിലപ്പോ മോശമായിട്ട് അവരോട് പെരുമാറിയതോ അവരെ എന്താ പറയാ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ അവരോട് ഇൽട്രീറ്റ് ചെയ്തതോ ഒക്കെ അവർ മനസ്സിൽ കിടക്കും. അത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ജോലി ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വീടുകളിലായാലും പോലും നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് സംഘർഷം തരുന്ന രീതിയിൽ ആരെങ്കിലും അവിടെ പെരുമാറിയാൽ നമ്മൾ ചെയ്യുന്ന ജോലികളൊന്നും പെർഫെക്റ്റ് ആവില്ല. ഒരു വീട്ടിൽ തന്നെ അത്ര. അപ്പൊ പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കി നമ്മുടെ വർക്ക് പ്ലേസിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല എന്നാ പറയുന്നത്. അപ്പൊ ഒരു ഹ്യൂമൻ എലമെന്റ് കൺസിഡർ ചെയ്യാതെ അതിനെ യാതൊരു രീതിയിലും പരിഗണിക്കാതെ ഒരു ബിസിനസ് ഓർഗനൈസേഷന് അതിന്റെ സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല എന്നാണ്. പിന്നെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. വിച്ച് ആർ ദ 3 ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസിന്റെ 3 ഇമ്പോർട്ടൻസ് എന്തൊക്കെയായിരുന്നു? സോഷ്യൽ സോഷ്യൽ സിഗ്നിഫിക്കൻസ്, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്, സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. ഇത് ഓരോന്നൊന്ന് പറയാമോ? ഒരാളൊന്ന് പറയാമോ? ഒരെണ്ണം. അൽഫോൻസ. കുറച്ച് ആളുകൾ ഇവിടെ മിണ്ടാതിരിക്കണ്ടല്ലോ. അൽഫോൻസ ഒന്ന് പറയാമോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയോ? ഉണ്ടില്ല ഇവരൊന്നും. ലിജ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് അത് എന്താണെന്ന് പറഞ്ഞാൽ മതി. അതിന്റെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് മാത്രം പറഞ്ഞാൽ മതി. സോഷ്യൽ സിഗ്നിഫിക്കൻസ്, ഹ്യൂമൻ റിസോഴ്സസിന്റെ ഇമ്പോർട്ടൻസ് പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് ഈ 3 എന്താ പറയാ വ്യത്യസ്തമായിട്ടുള്ള 3 പോയിന്റുകളിലാണ്. ഹ്യൂമൻ റിസോഴ്സസ് ഏതൊക്കെ പോയിന്റിലാണ് നമ്മൾ മാനേജ് ചെയ്യപ്പെടേണ്ടത്, ഏതൊക്കെ ലെവലിലാണ്, ഏതൊക്കെ രീതിയിലാണ്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന 3 പോയിന്റ്. അതിലെ ആദ്യത്തേത് സോഷ്യൽ സിഗ്നിഫിക്കൻസ്. ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സോഷ്യൽ സിഗ്നിഫിക്കൻസ്. ശരണ്യ പറയാമോ? സമൂഹത്തിൽ ഒരു സ്ഥാനം ഉണ്ടാകുന്ന ഒരു പ്രൊഫഷണലാണിത്. സാമൂഹ്യ പരിഗണന കിട്ടുന്ന ഒരു ജോലിയാണ്. അതന്നെ, അതായത് നമ്മള് പ്രോപ്പർ മാനേജ്മെന്റിലൂടെ നമ്മൾ വ്യക്തിപരമായിട്ട്, അതായത് ഒരു തൊഴിലിനെ നമ്മൾ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു വ്യക്തിയുടെ, അതാണ് സോഷ്യൽ, ആ വാക്കിനാണ് അവരുടെ പ്രാധാന്യം. നമ്മൾക്ക് എന്താ പറയാ ആ ആളുടെ അല്ലെങ്കിൽ സമൂഹത്തിലും നമുക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ടാക്കാൻ സാധിക്കും. അവരുടെ സാമൂഹ്യപരമായിട്ടുള്ള ആവശ്യങ്ങളെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ സമൂഹത്തിൽ നമുക്കൊരു ഡിഗ്നിറ്റി. എനിക്കൊരു ജോലി ഉണ്ടെന്ന് പറയുമ്പോൾ സമൂഹത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല അതിന് ഉദാഹരണം, ഇപ്പൊ നമ്മൾ ഒരാളോട് കുറച്ച് ആളുകൾ കൂടിയിരിക്കുമ്പോ നമ്മൾ എന്താണ് നമ്മൾ അവരോട് പേര് ചോദിക്കും അല്ലെ? നമ്മളിപ്പോ പരിചയപ്പെടുമ്പോ സാധാരണ എവിടെയെങ്കിലും റോഡിലൊക്കെ വെച്ചിട്ട് പരിചയപ്പെടുമ്പോ അല്ലെങ്കിൽ കുറെ നാളുകൾ എത്തി ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കുറെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോ നമ്മൾ കാണുമെന്ന് വിചാരിച്ചതല്ല, എപ്പോഴെങ്കിലും കൂടെ പഠിച്ചതായിരിക്കും. പക്ഷെ കുറെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവരെ വീണ്ടും ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ചെന്ന് പെടുന്നത്. അപ്പൊ നമ്മളോട് ചോദിക്കും, ഇപ്പൊ എവിടെയാണ് കല്യാണം കഴിച്ചേക്കണേ? ചിലപ്പോൾ കല്യാണമൊന്നും ചിലപ്പോൾ അവരെ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ. അന്നത്തെ കാലത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ. അന്ന് ഇത്രയും മീഡിയാസ് ഒന്നുമില്ല, നമുക്ക് ഫോണുകളൊന്നുമില്ല, ആളുകളുടെ ഒക്കെ നമ്പറുകളൊക്കെ പിരിഞ്ഞു പോകുന്നതൊക്കെ സേവ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ പോയി എവിടെയെങ്കിലൊക്കെ ദൂര സ്ഥലത്തൊക്കെ നമ്മൾ പഠിച്ചിരുന്നപ്പോ കുറച്ച് ദൂരങ്ങളിലൊക്കെ ബസ്സൊക്കെ കയറി പോയിരുന്നു പഠിച്ചു. ഇപ്പോഴൊക്കെയാണ് അടുത്തടുത്തൊക്കെ കോളേജുകളും സ്കൂളുകളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പണ്ട് അങ്ങനെയായിരുന്നില്ല. ഒരു പ്രോപ്പർ പ്ലേസിലേക്കൊക്കെ പോയി അത്രയും ദൂരമൊക്കെയുള്ള ആളുകളെ പിന്നീട് നമ്മൾ പിന്നെ എന്താ പറയാ സ്കൂൾ കഴിഞ്ഞു പിന്നെ കോളേജുകളും മറ്റൊക്കെ കടന്ന് വന്നു കഴിഞ്ഞപ്പോ ചിലപ്പോ പഴയ കൂട്ടുകാരൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മുടെ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ടാവും, ഡിലീറ്റ് ചെയ്ത്. കാരണം എന്താ? അന്ന് ഇതുപോലെയുള്ള സേവിങ് സിസ്റ്റംസ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പോൾ അവർ ആദ്യം ചോദിക്കും
ചോദിക്കും, എന്താ ചെയ്യണു ഇപ്പൊ, എവിടെയൊക്കെ കല്യാണം കഴിച്ചേക്കണം, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യണേ? ചിലപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നന്നായി പഠിച്ചിരുന്ന, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലപ്പോ പഠിപ്പികൾ എന്നൊക്കെ പറയും കുട്ടികളുടെ ഭാഷയിൽ, ഭയങ്കര പഠിപ്പിസ്റ്റൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കും എന്താ ചെയ്യണേ? അപ്പൊ അവര് ഇങ്ങനെ പറയും ഇന്ന ജോലിയാ ചെയ്യണേ. ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം അതാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ജോലി ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മളത് അല്ലെങ്കിൽ നമ്മൾ അത്രയും വളരെ കഷ്ടപ്പെട്ട് അന്നാളിലൊക്കെ പഠിച്ചു, നമുക്കൊരു ജോലിയും ആയില്ല. അപ്പൊ നമ്മൾക്ക് പറയുമ്പോൾ നമ്മളുടേതായ ഒരു ഡിഗ്നിറ്റിക്ക് കോട്ടം വരുന്ന രീതിയിലുള്ള ഒരു ആൻസർ കൊടുക്കാതിരിക്കണം, അല്ലെ? അപ്പൊ ഒരു എന്താ പറയാ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് അവിടെ പറയുന്നത് ഈ സോഷ്യൽ സിഗ്നിഫിക്കൻസ്, നമുക്ക് ഒരു ജോലി കിട്ടുമ്പോൾ ആ ജോലിയെ സംബന്ധിക്കുന്ന ഒരു ഡിഗ്നിറ്റി നമുക്ക് പുറത്ത് ആളുകളിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ അവരുടെ തൊഴിൽ എന്ന് പറയുന്നത് ഒരു നല്ല രീതിയിൽ എന്ത് ചെയ്യണം, അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുമ്പോൾ അത് ഇത്തരം സോഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടാവുമ്പോൾ അതൊരു ഡിഗ്നിറ്റി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും എന്നാണ്. അടുത്തതോ പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് എന്താണ്? നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ടീം വർക്കിലൂടെ നല്ലൊരു ഗോൾസ് എല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കും എംപ്ലോയീസിന്. ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ ജോലി സ്ഥാപനത്തിൽ ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഒരു ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് ടീം വർക്ക്, ആളുകൾ എല്ലാം കൂടി ഇപ്പൊ ആ ഓർഗനൈസേഷന് വേണ്ടി ചിലപ്പോൾ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാകും. കാരണം എന്താ, അവിടെ നിന്ന് കിട്ടുന്ന അറ്റ്മോസ്ഫിയർ ആണ് ഒരു വ്യക്തിയെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക. നമുക്ക് ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ, AC ഇട്ട് വെച്ചിട്ട് അയ്യോ ഭയങ്കര ചൂടാണ് അപ്പൊ AC വേണം, അതല്ല നല്ല അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്ന ടീം നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് അവരോടൊപ്പം നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്കിവിടെ കിട്ടുന്നതെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, ആളുകളിൽ കൂടുതൽ ജോലി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതാണ് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്. അപ്പൊ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ ടീം വർക്കിലൂടെ നമുക്ക് ഓർഗനൈസേഷന്റെ ഗോൾസ് ഒക്കെ അറ്റൈൻ ചെയ്യാൻ സാധിക്കും. അതിന് വർക്കിംഗ് എൻവയോൺമെന്റ് നല്ല ഹെൽത്തി ആയിരിക്കണം, അവിടെ കൊടുക്കുന്ന സാഹചര്യങ്ങൾ നല്ല രീതിയിലായിരിക്കണം എന്നാണ്. അടുത്തത് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ് എന്താണ്? റൈറ്റ് ആറ്റിറ്റ്യൂഡും എഫക്റ്റീവായ മോട്ടിവേഷനൊക്കെ എംപ്ലോയീസിന് ഉണ്ടെങ്കിൽ നല്ലൊരു ഓർഗനൈസേഷൻ വളരാൻ ഹെൽപ്പ് ആകും. അതായത് ഒരു ഓർഗനൈസേഷന്റെ വളർച്ച അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾസ് അല്ലെ, ലക്ഷ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ക്രിയേറ്റിംഗ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് അമംഗ് ദ എംപ്ലോയീസ് ആൻഡ് മാത്രമല്ല ബൈ ഗിവിംഗ് ദം ഇഫക്റ്റീവ് മോട്ടിവേഷൻ. അതായത് ശരിയായ രീതിയിലുള്ള മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആളുകളിൽ, അതായത് തൊഴിലാളികളിൽ റൈറ്റ് ആറ്റിറ്റ്യൂഡ്, ഓർഗനൈസേഷനെ കുറിച്ചൊരു നല്ല മനോഭാവം ഉണ്ടായിരിക്കും. ആ നല്ല മനോഭാവത്തിലൂടെ അവർക്ക് അവരുടെ ഓർഗനൈസേഷന്റെ ഗോൾസ് എല്ലാം തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ 3 സിഗ്നിഫിക്കൻസുകളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ സ്റ്റാൻഡ് പോയിന്റുകൾ, അല്ലെങ്കിൽ ഈ 3 പോയിന്റിൽ അധിഷ്ഠിതമാണ് ഹ്യൂമൻ റിസോഴ്സിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ എന്തിനാണ് ഹ്യൂമൻ റിസോഴ്സസ് ഇത്ര വലിയ കാര്യമായിട്ട് പ്രാധാന്യം കൊടുത്ത് നമ്മൾ ചെയ്യണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 3 സ്റ്റാൻഡ് പോയിന്റ് ആണ്. അതിന് എടുത്ത് പറയാവുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ആളുകൾക്ക് അവരുടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അവർക്ക് അവരുടെ സോഷ്യൽ നീഡ്സ്, അവരുടെ സാമൂഹ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടുമ്പോൾ അവരുടെ ഡിഗ്നിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും. വർക്ക് പ്ലേസിൽ ഒരു ജോലി എന്നുള്ള മാന്യത, അതൊരു ഡിഗ്നിറ്റി ഉണ്ടാകും. പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസിൽ ഒരു നല്ല എൻവയോൺമെന്റ് സൃഷ്ടിച്ചാൽ ഒരു ടീം വർക്ക് പോലെ എംപ്ലോയീസിന് അവരവരുടെ കാര്യങ്ങൾ ചെയ്ത് ഓർഗനൈസേഷന്റെ നല്ലൊരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റും. 3, സോഷ്യൽ എന്താ പറയാ സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ് എന്ന് പറയുമ്പോൾ ത്രൂ മോട്ടിവേഷനിലൂടെ, നല്ല രീതിയിലുള്ള മോട്ടിവേഷനിലൂടെ എംപ്ലോയീസിൽ ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാനും അതുവഴി ഓർഗനൈസേഷന്റെ ഗോൾസ് നേടിയെടുക്കാനും സാധിക്കുമെന്നുള്ളതാണ്. പിന്നീട് നമ്മൾ പറഞ്ഞത് എന്താ, പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും തമ്മിലുള്ള ഒരു എന്താ പറയാ സിമിലാരിറ്റിയോ അല്ലെങ്കിൽ ഡിഫറൻസോ എന്തൊക്കെയാണ്, അത് തമ്മിൽ കമ്പയർ ചെയ്തതാണ് നമ്മൾ പറഞ്ഞത്. പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും, പേഴ്സണൽ എന്ന് പറയുമ്പോൾ തൊഴിലിനെയാണ്, ആ ചെയ്ത് കിട്ടിയ തൊഴിലാണ് അവിടെ മാനേജ് ചെയ്യപ്പെടുന്നത്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ചെയ്യുന്ന ആളുകളാണ്, വ്യക്തികളെയാണ് നമ്മൾ അവിടെ മാനേജ് ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പൊ അത് തമ്മിൽ എന്താണ് കമ്പാരിസൺ അല്ലെങ്കിൽ എന്താ പറയാ സിമിലാരിറ്റീസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു അത് എന്ന് പറയാമോ സ്മിത? ഒരെണ്ണം പറയാം. PM എന്ന് പറഞ്ഞാൽ പേഴ്സണൽ മാനേജ്മെന്റ്. ഒന്നാമത്തെ പോയിന്റ് മെഷീന്റെ ഓപ്പറേറ്റേഴ്സ് മാനേജ് ചെയ്യുക. പിന്നെ HRM, ഓരോന്നോരോന്ന് പറയട്ടെ ടീച്ചറെ. അപ്പൊ PM-ല് മെഷീൻസ് ഓപ്പറേറ്റേഴ്സ് മാനേജ് ചെയ്യുക. HRM-ല് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അതില് ഡിസിഷൻ മേക്കേഴ്സ്, ജോലിക്കാരിൽ നിന്ന് തീരുമാനം എടുക്കാൻ കഴിവുള്ള ആള്.
അതെ, അതായത് ആദ്യത്തേല് നമ്മള് മെഷീൻ മാനേജ്മെന്റ്, അതായത് മാനേജ്മെന്റ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ്, അതായത് മെഷീൻ ഓപ്പറേറ്റർമാര് അല്ലെങ്കിൽ നമുക്കറിയാലോ ഒരു ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള മെഷീൻസ് അവിടെ ഉണ്ടായിരിക്കും. ആ മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ, അതൊക്കെയാണ് പേഴ്സണൽ തൊഴില്. മെഷീൻസ് ആണല്ലോ ഒരുപാട്, ഒരു ഫാക്ടറി ആയിക്കോട്ടെ ഏതെങ്കിലും ഓർഗനൈസേഷനിലായിക്കോട്ടെ, ആ മെഷീൻസിൽ നിന്നും ഒരുപാട് റിസൾട്ടുകൾ, പ്രൊഡക്ഷൻസ് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ആ പ്രൊഡക്ഷൻ തടസ്സപ്പെടാത്ത രീതിയിൽ അതൊക്കെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യണമെങ്കിൽ എളുപ്പമൊന്നും സാധിക്കുന്ന കാര്യമല്ല. അതിനു വേണ്ടിയിട്ട് ഡിസിഷൻ മേക്കേഴ്സുമായിട്ട് കൺസേൺ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ തീരുമാനങ്ങൾ എടുക്കണം പല പല കാര്യങ്ങളിലും. അതായത് എങ്ങനെ ഇവരെ നമുക്ക് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ഈ ഹ്യൂമൻ റിസോഴ്സ് മൊത്തത്തിൽ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാം, അവരുടെ എഫിഷ്യൻസി എങ്ങനെ വർദ്ധിപ്പിക്കാം, അവരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അത് ഡിസിഷൻ മേക്കേഴ്സുമായിട്ട് കൺസേൺ ചെയ്തിരിക്കുന്നത്. മറ്റേത് ആ മെഷീൻസ്, ഓപ്പറേറ്റിംഗ് മെഷീൻസ് അത് മാത്രം നോക്കിയാൽ മതി. ഇവിടെ അങ്ങനെയല്ല, വ്യത്യസ്തതകളുള്ള, വ്യത്യസ്ത നേച്ചറുള്ള, വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ള മനുഷ്യന്മാരെ മുഴുവനും കോർഡിനേറ്റ് ചെയ്യണം. അതിന് ചിന്തിക്കണം അല്ലെ, അത് ചിന്തിച്ചാണ് ചെയ്യേണ്ട കാര്യം. അതുകൊണ്ടാണ് അവിടെ ഡിസിഷൻ മേക്കേഴ്സുമായിട്ട് കൺസേൺ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് HR-ന്. മറ്റൊന്ന് പറയാമോ ഷബാന? ഷബാനില്ല, വേറെ ആളുകൾ ആരും ഉണ്ടെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ ആളെ വിളിച്ചത്. PM മാനേജ്മെന്റും ട്രേഡ് യൂണിയനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതാണ് PM-ൽ വരുന്നത്, പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്നത്. പിന്നെ HRM-ൽ വരുന്നത് ജോലി ചെയ്യിപ്പിക്കുന്ന ആളും ജോലി ചെയ്യുന്ന റിലേഷൻ തമ്മിൽ അല്ലെ. അതായത് എംപ്ലോയർ എന്ന് വെച്ചാൽ പണിയെടുപ്പിക്കുന്ന ആളും എംപ്ലോയി, പണിയെടുക്കുന്ന ആളും തമ്മിലുള്ള ബന്ധമാണ് HR-ല്. എന്ന് വെച്ചാൽ അവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ എല്ലാവരും തമ്മിലൊരു കണക്ഷൻ, അവരെയൊക്കെ മാനേജ് ചെയ്ത് വരണം. ഇവിടെ അങ്ങനെ റിലേഷൻ ബിറ്റ്വീൻ ദ മാനേജ്മെന്റ് കുറെ ആൾക്കാരുണ്ടായിരിക്കും, അവരും തൊഴിലാളി മാത്രമേ ഉള്ളൂ. അതിന്റെ ഇടയിൽ പെട്ട കുറെ ആൾക്കാരുണ്ട്, അവിടെ ഒന്നും അവർക്കൊന്നും പരിഗണനയില്ല, അല്ലെങ്കിൽ അവരെ ഒന്നും നോക്കുന്നില്ല, അവരെ മാനേജ് ചെയ്യുന്നില്ല. ട്രേഡ് യൂണിയൻസും അവരും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് PM അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റിൽ വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ. ലോവർ ലെവലുമായുള്ള സ്റ്റാഫിനെ മാനേജ് ചെയ്യുക PM. ലോവർ ലെവൽ മാനേജ്മെന്റ് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ പേഴ്സണൽ മാനേജ്മെന്റിൽ. പിന്നെ എല്ലാ ലെവലിലുള്ള ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ് ചെയ്യപ്പെടണം. അല്ലെങ്കിൽ HRM എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ ടു ബോട്ടം ലെവൽ മൊത്തത്തിലുള്ള മാനേജ്മെന്റ് ആണ്. പിന്നെ PM-ല് ഓൾഡ് കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ആണ്. അതെ, ഈ HRM-ന് ഇത്രയധികം പ്രാധാന്യം വരാനുള്ളത് ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ്. HRM എന്ന് പറഞ്ഞ ഒരു കോഴ്സ് തന്നെ ഉണ്ട്. അതൊക്കെ പബ്ലിക് റിലേഷൻസും അതേപോലെ തന്നെ PRO ഇതൊക്കെ പഠിച്ചിട്ടൊക്കെ എന്താ പറയാ, ഒരുപാട് ആളുകൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് 6 months കോഴ്സ് ഒക്കെ ഉണ്ട് ഇതിന്. അതൊക്കെ മാത്രം പഠിച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു ഓർഗനൈസേഷനിലെ ഈ പറയുന്ന ആളുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഇൻസൈഡിലുള്ള ആളുകളെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് HRM എങ്കിൽ, പബ്ലിക് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആളുകളിലേക്ക് നമ്മളുടെ ഓർഗനൈസേഷനെ കുറിച്ച് ഒരു എന്താ പറയാ, ഒരു ഔട്ട്ലെറ്റ് എങ്ങനെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാം, നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന നല്ല കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിച്ച് അവരുടെ പ്രീതി നേടുക. അവരുടെ പ്രീതി നേടുക എന്ന് പറഞ്ഞാൽ അവരെ നമ്മളുടെ കസ്റ്റമർ ആക്കുക, ഡെയിലി കസ്റ്റമർ ആക്കുക. ഏത് ഒരു ഓർഗനൈസേഷനും അങ്ങനെയാണല്ലോ. ഹോസ്പിറ്റലിലും എന്താ പറയാ, രോഗങ്ങൾ വരാതിരിക്കണമെന്ന് നമ്മളെ പ്രാർത്ഥിക്കുള്ളൂ. ഹോസ്പിറ്റൽസ് നടത്തുന്ന ആളുകൾക്ക് അവർ ഒരുപാട് മെഷീൻസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഓരോ വലിയ ടെസ്റ്റുകളൊക്കെ നടത്താനായിട്ടുള്ള ഒത്തിരി വാല്യൂ ഉള്ള, ഒത്തിരി ഇൻസ്റ്റാൾമെന്റ് എന്താ പറയാ ചാർജസ് വരുന്ന, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒത്തിരി മെഷീൻസ് ഒക്കെ, കോടിക്കണക്കിന് രൂപയുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുന്ന മെഷീൻസ് ഒക്കെ കൊണ്ടു സ്ഥാപിച്ചിട്ടുണ്ട്. അവരുടെ എന്നും അവർ പ്രാർത്ഥിക്കുന്നത്, നമ്മളൊക്കെ കാലത്ത് നിൽക്കുമ്പോ എന്താ പറയാ, രോഗങ്ങളൊന്നും വരത്തല്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്നല്ലേ നമുക്ക് നമ്മൾ പോകുന്ന വഴിയിലും നടക്കുന്ന വഴിയിലും അപകടങ്ങളും ഒന്നും ഉണ്ടാകല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നടക്കുക. പക്ഷെ അവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ. അവരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മെഷീൻസ് ഒക്കെ ഇടയ്ക്കെങ്കിലൊക്കെ തുരുമ്പുടിക്കാണ്ടിരിക്കാൻ പ്രവർത്തിപ്പിക്കണ്ടേ. അവരപ്പോ വേറെ രീതിയിൽ പ്രാർത്ഥിക്കണമായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ അത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഇത്രയും അധികമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഈ ഹ്യൂമൻ റിസോഴ്സസും അതുപോലെ പബ്ലിക് റിലേഷൻസും പുറത്തുള്ളവരും അകത്തുള്ളവരും മാത്രം മാനേജ് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സ് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ ഇന്നാണ് ഇതൊക്കെ വന്നേക്കണേ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. കുറെ ആൾക്കാരെ കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കുക, ആ ജോലിക്കാർ ജോലി ചെയ്ത് അവര് നമുക്ക് തരേണ്ടത് എന്താണോ അത് തരുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. ലോവർ ലെവലിനെ മാത്രമേ അവിടെ മാനേജ് ചെയ്യുന്നുള്ളൂ.
ഓഫീസ് വർക്ക് ചെയ്യുന്നവരെ ഒന്നും ഇപ്പൊ ശ്രദ്ധിക്കണ്ട, അല്ലെങ്കിൽ പണമിടപാട് നടത്തുന്നവരെ ശ്രദ്ധിക്കണ്ട, അതൊക്കെ അവരവരെ ചെയ്തോളും. പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം ഏതാണോ അത് ലാസ്റ്റ് യൂണിറ്റ് ആണ്, എന്ന് വെച്ചാൽ ഏറ്റവും ബോട്ടം ലെവലിൽ അത് നടക്കുക. അവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കുക. അതായത് അതുകൊണ്ടാണ് ഈ പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഒരു ഓൾഡ് കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ന്യൂ കൺസെപ്റ്റ് ആണ്, ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ആണ് എന്നാണ് പറയാം. അപ്പൊ ഇതാണ് കമ്പാരിസൺ ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു 2-3 ഡെഫിനിഷൻസ് ആണ് പേഴ്സണൽ മാനേജ്മെന്റിനെ കുറിച്ച്. 2-3 ഡെഫിനിഷൻ പറഞ്ഞു. ഒന്ന് ഒരു കോമൺ ഡെഫിനിഷനും പിന്നെ 2 ആളുകൾ നടത്തിയ ഡെഫിനിഷനുമാണ്. എഡ്വേർഡ് ഫ്ലിപ്പോയും പിന്നെ സ്റ്റീഫൻ ഡന്നും നടത്തിയ 2 ഡെഫിനിഷൻസ് ആണ്. ഇതിന്റെ ഒരു എന്താ പറയാ, രണ്ടിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ രണ്ടിലും കൺക്ലൂഡ് ചെയ്ത് നമുക്ക് എന്താണ് പറയാ, രണ്ടിനും കൂടി 2 ഡെഫിനിഷൻസ് നമുക്ക് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ച് പറയാമോ ആരെങ്കിലും? ആരെങ്കിലും ഒന്ന് പറ, വായിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എഡ്വേർഡ് ഫ്ലിപ്പോയും സ്റ്റീഫൻ ഡന്നും നടത്തിയ 2 എന്താ പറയാ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതില് എന്താണ് ഇതിന്റെ 2ന്റെ കൂടി ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുക നമുക്ക്? മനുഷ്യ സമ്പത്തിനെ പ്ലാൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക. അത്രേ ഉള്ളൂ. മനുഷ്യ സമ്പത്തിനെ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്തൊക്കെ കൊണ്ടുപോകുക. അവർക്ക് എന്താ പറയാ മോശം വരുന്ന രീതിയിൽ ആകാതെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് ഹ്യൂമൻ റിസോഴ്സിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക. അത്രേ ഉള്ളൂ. അത് മോട്ടിവേഷനിലൂടെ ആളുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റും. ആളുകളില് നല്ല രീതിയിലുള്ള ഒരു മനോഭാവം ഒരു ഓർഗനൈസേഷനെ കുറിച്ച് ഉണ്ടാകേണ്ടത് അവർക്ക് കിട്ടുന്ന മോട്ടിവേഷനിലൂടെയാണ്. ആ മോട്ടിവേഷനാണ് പുറത്തുള്ള ആളുകൾക്ക് വീണ്ടും അതെ നല്ലൊരു ഓർഗനൈസേഷൻ ആണ്, അവിടെ ജോലി ചെയ്താൽ നമുക്ക് നമ്മുടെ ഡിഗ്നിറ്റി വർദ്ധിപ്പിക്കാം, നമുക്കൊരു സ്ഥിര വരുമാനം ഉണ്ടാക്കാം, അല്ലെ, എനിക്ക് ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ജോലിക്കാരിയാണ് ഞാൻ എന്ന് പറയാൻ എനിക്ക് അഭിമാനത്തോടുകൂടി ആളുകളോട് പറയാം. ഇത് കണ്ടില്ലോ, അതാണ് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഓർഗനൈസേഷനിൽ അട്രാക്ട് ചെയ്യപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ആളുകൾക്ക് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻസ് കൊടുക്കണം. അത് എല്ലാ ലൈൻ ഓഫ് സ്റ്റാഫിനും, മാനേജർ, ലൈൻ സ്റ്റാഫ്, എംപ്ലോയീസ്, എംപ്ലോയർ, എല്ലാവരും ഒരുപോലെ ആണ് അത് കൺട്രോൾ ചെയ്യേണ്ടത്, മാനേജ് ചെയ്യേണ്ടത്. ഈ അട്രാക്ടിങ് എന്ന് പറയുന്നത് അട്രാക്ടിങ് പീപ്പിൾ, ആളുകളെ സ്വാധീനിക്കുക അല്ലെങ്കിൽ ആകർഷിക്കുക എന്നുള്ളത് ബൈ ഗിവിംഗ് മോണിറ്ററി ടേംസിലായിരിക്കാം, അല്ലെങ്കിൽ നോൺ മോണിറ്ററി ടേംസിൽ അവരെ അട്രാക്ട് ചെയ്യാം. ഇത് പല ബെനിഫിറ്റുകൾ കൊടുത്തിട്ട്, പൈസയായിട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ, അതായത് ഇപ്പൊ ഇടയ്ക്ക് ബോണസോ അല്ലെങ്കിൽ എന്താ പറയാ ചില ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ അവർക്ക് ശമ്പളത്തിന്റെ പകുതി ബോണസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഒക്കെ മോണിറ്ററി ടേംസിലും അവരെ അട്രാക്ട് ചെയ്യാം. നോൺ മോണിറ്ററി ബെനിഫിറ്റുകളായിട്ട് പല രീതിയിലും ചിലപ്പോ അവര് കൊടുക്കുന്ന ചിലപ്പോ കാഷ്വൽ ലീവുകൾ കൊടുക്കാം, അല്ലെ, അവരുടെ ലീവ് എടുക്കുന്നതിന് സാലറി കട്ട് ചെയ്യാതെ, അങ്ങനെ അത് ഒക്കെ ഒരു മോട്ടിവേഷൻസ് ആണ്. അങ്ങനെയൊക്കെ ഇവരെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നമുക്ക് വർക്കേഴ്സിനെ, എംപ്ലോയീസിനെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഹോൾഡ് ചെയ്യാൻ പറ്റും, പിടിച്ചു നിർത്താൻ പറ്റും, എന്ന് വെച്ചാൽ റിട്ടൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ നല്ല രീതിയിലുള്ള വർക്ക് എൻവയോൺമെന്റ് കൊടുത്തു. ഇതൊക്കെ തന്നെയാണ് വീണ്ടും ഒക്കെ പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക ബൈ മോട്ടിവേറ്റിംഗ് പീപ്പിൾ, ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാം, ആൻഡ് ബൈ റിട്ടൈനിങ് പീപ്പിൾ അല്ലെങ്കിൽ എംപ്ലോയീസ് ബൈ ഗിവിംഗ് എന്താ പറയാ ഹെൽത്തി എൻവയോൺമെന്റ്, ഒരു നല്ല എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് ആളുകളെ റിട്ടൈൻ ചെയ്യിപ്പിക്കാം. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്, ഒരു എന്താ പറയാ ക്വാളിറ്റി ഓഫ് പേഴ്സണൽ മാനേജറിന്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് കുറച്ച് നമ്മൾ പറഞ്ഞു, കുറച്ച് കൂടുതലായിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയായിരുന്നു? പേഴ്സണൽ മാനേജർ എങ്ങനെയുള്ളതായിരിക്കണം? സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം. എന്തിലും സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞ ഓർഗനൈസേഷന്റെ തിയറിയും അവിടുത്തെ എന്താ പറയാ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടുള്ള ടോപ്പ് ലെവൽ തുടങ്ങിയുള്ള മാനേജ്മെന്റ് മാറ്റേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറിയുന്ന ആളായിരിക്കും. മനസ്സിലായോ? എല്ലാം അറിയണം. സ്പെഷ്യലിസ്റ്റ് ഓർഗനൈസേഷൻ തിയറി എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ തിയറി, ആ ഓർഗനൈസേഷനെ കുറിച്ച് ഏറ്റവും എല്ലാ കാര്യങ്ങളും അദ്ദേഹം അറിഞ്ഞിരിക്കണം. മാത്രമല്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ടോപ്പ് മാനേജ്മെന്റിനോ മറ്റുള്ളവർക്കോ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് കഴിവുള്ള ആരായിരിക്കണം, എന്ന് വെച്ചാൽ അഡ്വൈസർ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ എന്തായിരുന്നു? എക്സ്പെർട്ടൈസ്, relevant laws ne പറ്റി knowledge relevant laws, procedures and അവർക്ക് അറിവുണ്ടായിരിക്കണം. റിയൽ എക്സ്പേർട്സ് ആയിരിക്കണം അവര്. ആര്? പേഴ്സണൽ മാനേജർ നല്ല കൃത്യമായിട്ട് ഒരു എക്സ്പേർട്ട് ആയിരിക്കണം. എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന
എല്ലാത്തിലും ഒരു എന്താ പറയുക വൈഭവമുള്ള ഒരാളായിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോളജ് ഓഫ് റെലവെന്റ് ലോസ്, അവരുടെ ആ ഓർഗനൈസേഷന് നിലനിൽക്കുന്ന നിയമങ്ങള്, അവിടുത്തെ പ്രൊസീജിയേഴ്സ്, അവിടുത്തെ ടെക്നിക്സ് ഒക്കെ അറിവുള്ള ആളായിരിക്കണം. പിന്നെ ബിഹേവിയറൽ സയൻസ് വേണം. ബിഹേവിയറൽ സയൻസിനെ കുറിച്ചിട്ട് അറിവുള്ള ആളായിരിക്കണം. എന്താണ് ബിഹേവിയറൽ സയൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. It is the application of studies that motivates employees how to make and work more efficiently to achieve organizational goals. ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനീസ് ഗോൾസ് ഒരു സ്റ്റഡിയാണ്, ഒരു തരം പഠന രീതിയാണ്. അതായത് എംപ്ലോയീസിനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് അവരെ എങ്ങനെ കൂടുതൽ മോർ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളത്. അതായത് കൂടുതൽ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാ കമ്പനിയുടെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി. അപ്പൊ കമ്പനിയുടെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി എത്രത്തോളം കൂടുതൽ മോർ ഇഫക്റ്റീവായിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റും, അങ്ങനെ ആളുകളെ കുറിച്ച് എംപ്ലോയീസിനെ കുറിച്ച് ഒരു പഠനം നടത്തുക. ഏത് രീതിയിൽ ഇവരെ മോട്ടിവേറ്റ് ചെയ്ത് ഇവരിൽ നിന്ന് കൂടുതൽ റിസൾട്ട് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും, അതിനെന്ത് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, അതിനെ കുറിച്ചുള്ള ഒരു പഠനത്തെയാണ് നമ്മൾ ബിഹേവിയറൽ സയൻസ് എന്ന് വിളിക്കുക. അതൊരു ഓർഗനൈസേഷനിൽ നിർബന്ധമായിട്ട് വേണ്ടതാണ്. ഏത് ഓർഗനൈസേഷൻ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ട് വരിക്കണം. അതായത് ഇപ്പൊ കുറച്ച് ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കുമല്ലോ അല്ലെ, നമ്മൾ ഫുഡ് കഴിക്കുമ്പോ അതിന്റെ ആ കഴിക്കുന്ന ഫുഡിന്റെ എനർജി എത്ര നേരത്തോളം നിൽക്കുമെന്ന് നമുക്കറിയാലോ അല്ലെ. ഏകദേശം എത്ര നേരത്തോളം നമ്മൾ രാവിലെ ഒരു 8 മണിക്കോ 8:30 9 മണിക്കോ ഒക്കെ ഇടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. കൂടുതലും കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്കൊക്കെ പിന്നെ കുറച്ചുകൂടി പിടിച്ചെടുക്കാൻ പറ്റും. നമ്മൾ കൺട്രോൾ ചെയ്ത് അങ്ങനെ വിശപ്പൊക്കെ കുറച്ച് സഹിച്ചാൽ നിൽക്കാൻ പറ്റും. പക്ഷെ കുട്ടികളെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം. അവർക്ക് കൊടുത്തു വിടുന്ന ആഹാരം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോകുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ആണ് അവരുടെ ലഞ്ച് ബ്രേക്ക്. ആ ബ്രേക്കിലാണ് അവർക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമുള്ളൂ. അക്കോർഡിംഗ് ടു ദ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്കൂൾ. സ്കൂളിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് അങ്ങനെയാണല്ലോ. അല്ലാതെ ഇടയ്ക്ക് കയറിയിട്ട് വിശന്ന് കഴിഞ്ഞപ്പോൾ വീട്ടിലിരിക്കുന്ന പോലെ അടുക്കളയിൽ പോയിട്ട് ഓടിച്ചത് എടുത്ത് കഴിക്കുന്ന പോലെ നമ്മുടെ വീട്ടിൽ പാത്രത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇതെന്റെ പാത്രത്തിൽ ഞാൻ കൊണ്ടുവന്നാണ് വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട്, അപ്പൊ ഞാൻ എനിക്ക് തോന്നിയ പോലെ എടുത്ത് കഴിക്കാം, അത് പറ്റില്ലല്ലോ. അപ്പൊ അവിടുത്തെ നിയമം അനുസരിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ലഞ്ച് ബ്രേക്കിലാണ് കഴിക്കാൻ പറ്റുക. പക്ഷേ ഒരു 10, 11:30, 12 മണിയൊക്കെ ആകുമ്പോഴേക്കും കുട്ടികളൊക്കെ എന്താ പറയാ ആകെ ഡള്ളായി തുടങ്ങും. ആ ഒരു പീരീഡിലേക്ക് ക്ലാസ്സിലേക്ക് കയറി ചെന്നാൽ അറിയാൻ പറ്റും. ഫസ്റ്റ് പീരീഡിൽ കിട്ടിയ അല്ലെങ്കിൽ ആ ഒരു എനർജി ആയിരിക്കില്ല കുട്ടികളുടെ മുഖത്ത് ഉണ്ടാകുക. അപ്പോഴേക്കും കുട്ടികൾ കുറച്ചും കൂടി എന്താ പറയാ ഒരു ഡള്ളായി തുടങ്ങി. കാരണം നമ്മൾ കഴിച്ച ആ ഫുഡ്, രാവിലെ കഴിച്ച ആ ഫുഡിന്റെ ആ ഒരു കലോറിയൊക്കെ അവിടെ അത്രയും നേരം അല്ലെങ്കിൽ 2 3 പീരീഡ്സ് ഒക്കെ അവര് ക്ലാസ്സിൽ ഇരുന്നപ്പോ അതൊക്കെ നഷ്ടപ്പെട്ട് എഴുതിയും അങ്ങോട്ട് ഓടിയും ഇങ്ങോട്ട് ഓടിയും വർത്തമാനം പറഞ്ഞൊക്കെ ആ ഒരു എനർജി മുഴുവനും അത് പുറത്തേക്ക് പോയി കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാം. ഉച്ചക്കലത്തെ ഫുഡ് കഴിച്ചു കഴിയുമ്പോഴാണ് വീണ്ടും ഒരു എനർജി കിട്ടുക. അപ്പൊ അതുപോലെ ഇവിടെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്നല്ല പറഞ്ഞു വരണേ. അപ്പൊ അവിടെയുള്ള ജോലിക്കാര് അവര് ഇതുപോലെ ഒരു 2 3 മാസമൊക്കെ കൂടുമ്പോൾ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞല്ലോ അവർക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ മോണിറ്ററിയോ നോൺ മോണിറ്ററി ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അവർക്ക് ഒരു റിഫ്രഷ്മെന്റ് കൊടുക്കാം അല്ലെ, അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഇടയ്ക്ക് ഇതുപോലെ ചില കാര്യങ്ങൾ കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ആളുകൾക്ക് കൂടുതൽ നമ്മുടെ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷനിലേക്ക് തങ്ങളുടെ എഫേർട്ടുകൾ കൂടുതൽ കൊടുക്കണമെന്ന് തോന്നും. അപ്പൊ കൂടുതൽ ചെയ്യാനായിട്ട് ചെയ്തു കഴിയുമ്പോൾ കമ്പനിക്ക് അതിന്റെ ലക്ഷ്യം വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ സാധിക്കും. അത് എന്താ ഉദ്ദേശിക്കണേ, എത്ര ലാഭം ഉണ്ടാക്കണം അല്ലെങ്കിൽ എത്ര പ്രൊഡക്ഷൻ നടത്തണം എന്ന് ഉദ്ദേശിക്കണോ അത് നേടിയെടുക്കാൻ പറ്റും. അതാണ് പറഞ്ഞത്. അപ്പൊ ബിഹേവിയറൽ സയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏത് ഓർഗനൈസേഷനിലും. അത് നമ്മുടെ ഹോസ്പിറ്റൽ ഓർഗനൈസേഷനിലും മാറ്റി നിർത്താൻ പറ്റില്ല. അവിടെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ബിഹേവിയറൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോ ഒരു പേഴ്സണൽ മാനേജർക്ക് ഇതിനെ കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള മോട്ടിവേഷൻസ് കൊടുത്ത് അവരെ കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെന്തുണ്ടാവണം? സോഷ്യൽ ജസ്റ്റിസ്, sense of justice. Social justice and appreciation of the rights and interest of men and women at work അല്ലെ. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ആരാണോ ജോലി ചെയ്യുന്നത് അവിടെ ഒരു സാമൂഹ്യപരമായിട്ടുള്ള നീതി നടപ്പിലാക്കണം. എന്ന് വെച്ചാൽ അവിടെ ആൺപെൺ വ്യത്യാസമൊന്നുമില്ല. അവിടെ ഒരു എന്താ പറയാ ജോലിക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരെയും ഒരുപോലെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണം. ആണുങ്ങൾ ജോലി നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും
സ്ത്രീകൾ അതേ ജോലി അത്രയും കഠിനമായി അധ്വാനിച്ച് അവർ ചെയ്യുമ്പോൾ അതിന് യാതൊരു വിലയും കൽപ്പിക്കാതിരിക്കുക, അതൊന്നും ഒരു സോഷ്യൽ ജസ്റ്റിസ് അല്ല, അല്ലെ? അത് ഇൻജസ്റ്റിസ് ആണ്, അന്യായമാണ്. അപ്പൊ അത്തരം അന്യായങ്ങളൊന്നും കാണിക്കാറില്ല. ന്യായമായ രീതിയിൽ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ജോലികൾക്കും അവരുടേതായ രീതിയിൽ അവരുടെ വർക്കിനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവർക്ക് അതിനോടുള്ള അങ്ങനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ഇപ്പൊ ഞാൻ ചെയ്തൊരു ജോലി വളരെ പെർഫെക്റ്റ് ആയിട്ട് നീ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് രണ്ടാളുകളുടെ മുമ്പിൽ ഒരു കയ്യടിയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായും അത് അവർക്ക് ഒരു എന്താ പറയാ ഒരു മോട്ടിവേഷൻ തന്നെയാണ്. അതും ഒരു മോട്ടിവേഷൻ ആണ്, മനസ്സിലായോ? അപ്പൊ വേറെ ഒന്നും കൊടുക്കണ്ട, 100 രൂപ ഒന്നും കൊടുക്കുന്നൊന്നും വേണ്ട, പൈസ ഒന്നും കൊടുക്കണ്ട. പക്ഷെ ഒരു അപ്രീസിയേഷൻ ഓൺലി ബൈ ഗിവിംഗ് എ ക്ലാപ്പ്, ഒരു ക്ലാപ്പ് കൊടുത്തിട്ടായാലും അവർ അപ്രീസിയേറ്റ് ചെയ്യുമ്പോൾ അത് അവർക്ക് വളരെ വലുതായിരിക്കും, വലിയ മൂല്യമുള്ളതായിരിക്കും. അത് ഓർക്കുക. അപ്പൊ ഇക്കണോമിക് അത് മാനേജ്മെന്റിന്റെ ആവശ്യങ്ങൾക്ക് അത് എന്താ പറയാ വളരെയധികം ഉപകരിക്കുകയും ചെയ്യും. മാനേജ്മെന്റിന് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റണം ഒരു ഓർഗനൈസേഷനിൽ. പിന്നെന്താ പറഞ്ഞത്? നല്ല ചിന്തിക്കാനുള്ള കഴിവ്, ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്തയാണ് ഉദ്ദേശിച്ചത്. വല്ല കഥ എഴുതുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കലൊന്നും അല്ല. ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ വെച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം. പിന്നെ പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സ് കഴിവ് അതൊക്കെ ഉണ്ടാവണം. എന്ത് പ്രശ്നം വന്നാലും അത് എങ്ങനെ സോൾവ് ചെയ്യും അതിനുള്ള ടെക്നിക്കൊക്കെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഐഡിയ. നമ്മള് ഒരു വീടുകളിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് സോൾവ് ചെയ്യാൻ ശ്രമിക്കില്ലേ? അതെങ്ങനെ സോൾവ് ചെയ്യുന്നത് പോലെ തന്നെ വലിയ വലിയ ഓർഗനൈസേഷൻസിലാവുമ്പോൾ അവിടെയുള്ള പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാനായിട്ട് നല്ല കഴിവുണ്ടാവണം. പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി നന്നായിട്ടുണ്ടാവണം. എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാൻ മുമ്പിൽ നിന്ന് ഇത് ചെയ്യണം. മുമ്പിൽ നിന്ന് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാതെയും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യല്ല, ചിലപ്പോൾ ഞാൻ തന്നെ അത് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ ലീഡർഷിപ്പ് ക്വാളിറ്റി അതാണ് ഏറ്റവും നല്ലത്. ലീഡർ അത് ചെയ്യാനായിട്ട് റെഡി ആയിക്കൊള്ളണം. അപ്പൊ അവര് പറയണം ഞങ്ങൾക്ക് ഇത് അറിയില്ല, ഒന്ന് ഡെമോ പോലെ കാണിച്ചു തരാൻ പറഞ്ഞത് കഴിവുണ്ടായിരിക്കണം, അല്ലാണ്ട് പറച്ചിലിന് മാത്രം കഴിവുണ്ടായാൽ പോരാ. അപ്പൊ ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഒരു കാര്യമാണത്. ഞാൻ ചെയ്ത് കാണിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോ മാത്രമാണ് അത് ചെയ്തിട്ട് വരുള്ളൂ, പക്ഷെ എങ്കിലും അത് ഉണ്ടാവണം, അറിവുണ്ടാവണം. പിന്നെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ പേഴ്സണൽ മാനേജർക്ക് വേണ്ടതാ. വളരെ ഫ്രണ്ട്ലി മാനറിൽ, വളരെ സമീപന രീതി, മറ്റുള്ളവരോടുള്ള സമീപന രീതിയൊക്കെ വളരെ സോഫ്റ്റ് ആയിരിക്കണം. അതൊക്കെ പിന്നെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കണം, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. പിന്നെ തന്റെ മറ്റ് കൊളീഗ്സ്, എന്താ കൊളീഗ്സ് എന്ന് പറഞ്ഞാൽ കൊളീഗ്സ് വർക്കേഴ്സ് ആണ്, ഒപ്പം ജോലി ചെയ്യുന്ന ആളുകളുമായിട്ട് വളരെ ട്രസ്റ്റ്ഫുൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ വിശ്വാസം വിശ്വാസമാണ് എല്ലാറ്റിനും ഉപരി, അല്ലെ? നമ്മൾ മറ്റുള്ളവരുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് വേണ്ട ഒരു ഘടകമാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. വിശ്വാസം ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല, നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണം. പിന്നെ അതായത് ഇപ്പൊ ഏതെങ്കിലും തന്റെ ഒപ്പം നിൽക്കുന്ന ജോലിക്കാരനോ ജോലിക്കാരിക്കോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടി, ഏത് രീതിയിലായിക്കോട്ടെ, ഫിസിക്കലായിട്ടോ അവരുടെ മെന്റലി ആയിട്ടോ എന്ത് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സംബന്ധമായിട്ടുള്ളതോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ അവരോട് അതിനോട് സഹകരിക്കാൻ റെഡി ആയിട്ടുള്ള ആളുകളായിരിക്കണം, അല്ലെ? പെട്ടെന്ന് അവരുടെ ആ ഒരു ഡിഫിക്കൽറ്റിയോട് ഒത്തുചേർന്ന് അത് ഇല്ലാതാക്കാനായിട്ട് റെഡി ആവണം. അതെന്റെ കാര്യമല്ല, ഞാൻ വെറുതെ എന്റെ സമയം എന്തിനു നഷ്ടപ്പെടുത്തണം, ആ സമയം കൊണ്ട് എന്റെ ജോലി എനിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് വേഗം ചെന്നിരുന്ന അത് ചെയ്യല്ല. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മൾ ഒരു കാരണമല്ല എങ്കിൽ കൂടി നമുക്കതൊരു ഒന്ന് മനസ്സിലാക്കി, മനുഷ്യത്വം ഉണ്ടല്ലോ, അല്ലെ? ആഫ്റ്റർ ഓൾ എല്ലാത്തിനും ഉപരി മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതിന് റെഡി ആയിട്ടുള്ള ഒരാളായിരിക്കണം. പിന്നെ you should be available to give feedback in ഹാൻഡ്ലിംഗ് ദ പേഴ്സണൽ മാറ്റേഴ്സ്, അല്ലെ? തൊഴിൽപരമായിട്ടുള്ള മാറ്റേഴ്സ് എവിടെയൊക്കെയാണോ ആവശ്യം, അതായത് ഓർഗനൈസേഷന്റെ ഫംഗ്ഷനിങ്ങില് നമ്മുടെ എന്താ പറയാ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഡീൽ ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ പോളിസീസ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ ഇതിലൊക്കെ തന്റെ പ്രധാനപ്പെട്ട ഒരു കയ്യൊപ്പ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്കുകൾ നടത്തി അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തണം. ഫംഗ്ഷനിങ് ഒക്കെ കൃത്യമായി നടക്കുന്നില്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് നടത്തുക എന്നുള്ളത് ഒരു പേഴ്സണൽ മാനേജറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താ പറയാ ക്വാളിറ്റി ആണ്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്.
ഇത് ഇങ്ങനെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടൊന്നും നമുക്ക് ചോദിക്കില്ല, എങ്കിലും ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ തന്നിട്ടുണ്ട്. ഇപ്പൊ ബിഹേവിയറൽ സയൻസ് അതെന്താണെന്ന് ഞാൻ അത് വേണമെങ്കിൽ ഇന്നതാണ്, ചിലപ്പോ ബിഹേവിയറൽ സയൻസ് തരില്ല, ഡാഷ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റഡീസ്, അത് അങ്ങനെ ചോദിക്കാൻ എന്താണ്. അപ്പൊ നിങ്ങളതൊന്ന് മനസ്സിലാക്കി വെക്കണം. എംപ്ലോയീസിനെ എന്താ പറയാ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠന രീതിയാണ് ബിഹേവിയറൽ സയൻസ് അല്ലെങ്കിൽ സ്റ്റഡീസ് എന്ന് വിളിക്കാം. അത് ഒന്ന് മനസ്സിലാക്കി വെക്കണം, അല്ലെങ്കിൽ അതെന്താണെന്ന്. പിന്നെ ചിലപ്പോ ഈ കുഞ്ഞു പോയിന്റുകളില്ലേ, കുഞ്ഞു പോയിന്റുകൾ എടുത്തിട്ട് വേണമെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പെടാത്തത് അല്ലെങ്കിൽ ഇതിലേതാണ് വരുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. വലിയ നീണ്ട പോയിന്റ് ഒന്നും എടുക്കുന്നില്ല, ചെറിയ പോയിന്റുകൾ മാത്രം. ക്രിയേറ്റീവ് തിങ്കിങ്, ലീഡർഷിപ്പ് ക്വാളിറ്റി, പിന്നെ എന്താ പറയാ ഫ്രണ്ട്ലി മാനർ, അപ്രോച്ചബിൾ മാനർ, പിന്നെ എന്താ പറയാ ട്രസ്റ്റ് എമംഗ് ദ കൊളീഗ്സ്, അങ്ങനെയൊക്കെയുള്ള ചെറിയ പോയിന്റ്സുകൾ എടുത്തിട്ട് കേട്ടോ ഒന്ന് ഓർത്ത് വെച്ചേക്കാം, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഷോർട്ട് പോയിന്റ്സ്, ചെറിയ പോയിന്റ്സ് വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അവിടെ നിങ്ങൾക്ക് ആ രീതിയിൽ വായിച്ചു നോക്കാം. ടീച്ചർ ആ സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണോ ടീച്ചർ? ഒന്ന് പറയാമോ? ഇമ്പോർട്ടന്റ് ഒന്ന് പറയാമോ ടീച്ചർ? സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണോ എക്സാമിന് ചോദിക്കാമോ? സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഒക്കെയോ? അത് ഇമ്പോർട്ടന്റ് ആണ്. അതില് ഏതെങ്കിലും ഒക്കെ ഇങ്ങനെ ചോദിച്ചിട്ടേ ഇപ്പൊ ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ ഇങ്ങനെ ഡാഷ് ഇട്ടിട്ട് അതിന്റെ തന്നിട്ട് ഇത് ഏത് സിഗ്നിഫിക്കൻസ് ആണ് വരിക എന്ന് അങ്ങനെ ചോദിക്കും. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ പറഞ്ഞതിൽ പിന്നെ അത് ഇമ്പോർട്ടന്റ് ഉള്ള ഇപ്പൊ ഈ പേജിൽ പറഞ്ഞത് സോഷ്യൽ ഇമ്പോർട്ടൻസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ ഇത് പഠിച്ചില്ലേ നമ്മള്, പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും പഠിച്ചില്ലേ, അതിന്റെ കമ്പാരിസൺ. അതിനകത്ത് അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചിലപ്പോ ഇതിനകത്ത് ഏതെങ്കിലും ഇപ്പൊ ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ഇതിൽ ഏതാണ്, പേഴ്സണൽ മാനേജ്മെന്റിലാണോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഇടും. ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ഏതാണെങ്കിൽ ഓൾഡ് കൺസെപ്റ്റ് ആണ് ഇന്നത് എന്ന് പറയാം. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ് ആണ്, പേഴ്സണൽ മാനേജ്മെന്റ് ആണോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണോ, അതൊക്കെ ചോദിക്കാം. ഓക്കെ. പിന്നെ ഡെഫിനിഷൻസിൽ എന്തെങ്കിലും വരുമോ മിസ്സേ? ഡെഫിനിഷൻസിലും ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിനിഷൻസില് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് എന്താ പറയാ, ഈ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ തന്നിട്ട് അത് ആരുടെയാണെന്ന് ചോദിക്കാം. പിന്നെ അട്രാക്ടിങ് പീപ്പിൾ എന്താണെന്ന് അത് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഇതായിട്ട് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ട് അട്രാക്ടിങ് പീപ്പിൾ എന്ന് പറയുന്നതാണ് ഇത് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ചോദിക്കാം. അട്രാക്ടിങ്ങും മോട്ടിവേറ്റിങ്ങും കേട്ടാ, രണ്ടും ഒന്ന് നോക്കണം. ഈ പേജില് അത്രയാണ്, ഈ 2 പേജില് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് അതുണ്ട്. പിന്നെ ആ ബോക്സ് കമ്പാരിസൺ വേഴ്സസ് എഴുതിയിട്ടുണ്ട്. പേഴ്സണൽ മാനേജ്മെന്റ് വേഴ്സസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിനിഷൻസിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ തന്നിട്ട് ആരുടേതാണെന്ന് ചോദിക്കാം. പേരുകൾ മാറ്റി മറിച്ചൊക്കെ ഇട്ട് തരാം. വേറെ ഏതെങ്കിലും പേര് ഇപ്പൊ ഇവിടെ ഇല്ലാത്ത പേരുണ്ട്, നമ്മുടെ സ്റ്റീഫൻ ടെന്നും മറ്റേതും അല്ലാതെ വേറെ ഏതെങ്കിലും പേരുകൾ, എഡ്വേർഡ് ഫ്ലിപ്പും അല്ലാണ്ട് വേറെ ഇഷ്ടംപോലെ പേരുകൾ നമ്മളിപ്പോ മറ്റേ 2 ആയിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. പബ്ലിക് റിലേഷൻസിലും നമ്മൾ കുറച്ച് പേരുകളൊക്കെ മെൻഷൻ ചെയ്ത് പഠിച്ചതാണ്. അപ്പൊ ആ പേരുകളൊക്കെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ തരാം. പിന്നെ ക്വാളിറ്റീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സണൽ മാനേജറില് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചെറിയ പോയിന്റുകളൊക്കെ ഒന്ന് നോക്കി വെക്കണം. ഓക്കെ. ഇപ്പൊ ഈ പേജില് 2 പേജിലൊക്കെ കിട്ടിയോ? ഫസ്റ്റ് പേജില് ഏതാ ടീച്ചർ ഇമ്പോർട്ടന്റ്? ഫസ്റ്റ് പേജില് ഇഷ്ടംപോലെ ഉണ്ട്. അതിന്റെ ഉള്ളിൽ കുറച്ച് കൺവേർഡുകൾ നമുക്ക് കുറച്ച് അധികം തന്നെ ഞാൻ എഴുതി തന്നിട്ടുണ്ട്, മോക്ക് ടെസ്റ്റിലായിട്ടും അല്ലാതെയുമായിട്ട് തന്നിട്ടില്ലേ? അത് മതി. അത് മതി. ആ പേജിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ച് പറയണ്ടല്ലോ നമ്മള്. അപ്പൊ അതുകൊണ്ട് അത് ഫുള്ളൊന്ന് നന്നായിട്ട് വായിച്ചു നോക്കി. അത് ചെറിയ, അതായത് വലിയ ഇങ്ങനെ വലിയ പാടുള്ളതൊന്നും അല്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അടുത്തതിനകത്തും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേജാണ് കേട്ടോ. അത് റോൾ ഓഫ് പേഴ്സണൽ മാനേജർ. പേഴ്സണൽ മാനേജറിന്റെ റോള് അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണല്ലോ അല്ലെ. ഇവിടെ എന്താ പറയാ, പേഴ്സണൽ മാനേജറിന്റെ റോൾ അല്ലെങ്കിൽ എന്താ പറയാ 4 ആയിട്ടാണ് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നത്. പേഴ്സണൽ റോള്, വെൽഫെയർ റോള്, ക്ലറിക്കൽ റോൾ ആൻഡ് ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ, ഇങ്ങനെ 4 ആയിട്ട് തരംതിരിച്ചിരുന്നു. അത് ഓരോന്നും എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പേഴ്സണൽ റോളില് അപ്പൊ അതിങ്ങനെ ചോദിക്കുള്ളൂ. അത് നമ്മൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ എന്താ പറയാ, അതിന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ തന്നിട്ടുണ്ട്. പേഴ്സണൽ റോളിൽ വരുന്നത് ഏതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോള് തന്നിട്ട് അത് ഏത് റോളിൽ വരും എന്ന് ചോദിക്കാം. വെൽഫെയറിൽ വരുമോ, ക്ലറിക്കലിൽ വരുമോ,
ഫയർ ഫൈറ്റിംഗ് റോളിൽ വരും. എന്താണ് പേഴ്സണൽ മാനേജറിന്റെ പേഴ്സണൽ റോളിൽ വരുന്ന ഏതൊക്കെ പോയിന്റുകളാ? അഡ്വൈസറി, അഡ്വൈസറി, management, അതായത് അഡ്വൈസിംഗ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സസ് എങ്ങനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതിന്റെ ആ ഒരു അഡ്വൈസിംഗ് ആണ്, മാനേജ്മെന്റിനെ അഡ്വൈസ് ചെയ്യുന്നത് അതാണ്. പിന്നെ മാൻ പവർ പ്ലാനിങ്, അതായത് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ എന്നിങ്ങനെയുള്ള റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. പിന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് മെന്നിനെ സംബന്ധിക്കുന്ന, കാരണം പേഴ്സണൽ ആണല്ലോ, എല്ലാം പേഴ്സണൽ ആയതുകൊണ്ട് തന്നെ ഒക്കെ മെന്നിനെ സംബന്ധിക്കുന്നതാണ്. അപ്പൊ ലൈൻമെന്റിലുള്ള അവരുടെ ട്രെയിനിങ്, അവരുടെ ഡെവലപ്മെന്റ് അതൊക്കെ അതിനകത്ത് വരുന്നതാണ്. പിന്നെ മാനേജ്മെന്റ് അസസ്മെന്റ് ആൻഡ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് അല്ലെ, ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടുമുള്ള ആളുകളുടെ മെഷർമെന്റ് ഓഫ് അസസ്മെന്റ്, അവരെ കുറിച്ചിട്ടുള്ള അസസ്മെന്റുകളൊക്കെയാണ്. ഗ്രൂപ്പ് ബിഹേവിയറിനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനെ കുറിച്ചിട്ടുള്ള ബിഹേവിയറിനെ കുറിച്ച് ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ക്ലറിക്കൽ വെൽഫെയർ റോളിനകത്ത് എന്തൊക്കെയാ വരാ? വെൽഫെയറിനകത്ത് പിന്നെ മാനേജിംഗ് സർവീസസ്, ക്യാൻറ്റീൻസിന്റെ ഒക്കെ അതിന്റെയൊക്കെ സേവനങ്ങൾ അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അതൊക്കെ വെൽഫെയർ ആണ് കേട്ടോ, ആളുകളുടെ ക്ഷേമത്തിനുള്ളതാണ്. ഹോസ്പിറ്റലിലൊക്കെ വന്നു പോകുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള ചില സർവീസസ് കിട്ടണം ഒരു ഹോസ്പിറ്റലില്, അതൊക്കെ അവരുടെ സേവനത്തിനുള്ളതാണ്. ഓക്കെ. പിന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഇതിലുണ്ടാകുന്ന കാര്യങ്ങള് ഇതൊക്കെയാണ്. അത് ആകെ 3 ഉള്ളൂ. അപ്പൊ വെൽഫെയർ റോളിനകത്ത് ആകെ 3 ഉള്ളൂ. പിന്നെ ഏതാ വരുന്നത്? ക്ലറിക്കൽ റോളാണ് അല്ലെ, ടൈം കീപ്പിംഗ്, സാലറി അഡ്മിനിസ്ട്രേഷൻ, ഇൻസെന്റീവ്, മെയിൻ്റനൻസ് റെക്കോർഡ്സ്, റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, മാൻ മെഷീൻ റിലേഷൻഷിപ്പ്, അവിടെയുള്ള മെഷീൻസും മാനും ഇവരെ രണ്ടും ഒരേപോലെ മാനേജ് ചെയ്യണം അല്ലെ. മെഷീനെ മനുഷ്യനെ മാനേജ് ചെയ്യണം. അതിൽ മെഷീനെ മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷെ മാനിനെ മാനേജ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. മാൻ മാനേജ്മെന്റ് ആണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇതിനകത്ത് വരുന്നതാണ്, ക്ലറിക്കൽ റോളിൽ വരുന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഫയർ ഫൈറ്റിംഗ് എന്ന് പറയുന്നതാണ്. എന്താ അത്? ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ്. ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് എന്താണെന്ന് അറിയാലോ അല്ലെ? ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ്, കംപ്ലൈന്റ്സ്, അതെ, കംപ്ലൈന്റുകളാണ് അതിനകത്ത് കൂടുതൽ. അൺഫെയർ ട്രീറ്റ്മെന്റ് ആണ്. അതായത് ഇപ്പൊ ഏത് ഓർഗനൈസേഷനിലായാലും അവിടെയുള്ള ജോലിക്കാരോട് മോശമായ രീതിയിൽ എന്തെങ്കിലും പെരുമാറിയാൽ അതത് ഒരു കംപ്ലൈന്റ് ആയിട്ട് അവിടെ കിടക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫെയർ ട്രീറ്റ്മെന്റുകൾ കിട്ടാത്തതൊക്കെ അൺഫെയർ ആണ്. നമ്മള് എവിടെയും നമ്മളൊരു ഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടണം എന്ന് വിചാരിച്ചിട്ട്, ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെയല്ല, ഏത് ഓർഗനൈസേഷനിൽ ചെന്നാലും നമ്മളുടെ സമയത്തിനും അവരുടെ സമയത്തിനും ഒക്കെ വാല്യൂ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ നമ്മൾ ആ ഒരു ഓർഗനൈസേഷനിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് ഫെയർ ആണോ? ഫെയർ അല്ലാത്തതെല്ലാം തന്നെ അൺഫെയർ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അൺഫെയർ ട്രീറ്റ്മെന്റുകളാണ് ഈ എന്തിലേക്ക് പോകുക? കംപ്ലൈന്റിലേക്ക് പോകുക. അപ്പൊ കംപ്ലൈന്റുകൾ നമ്മൾ എങ്ങനെയാകണം? ഹിയർ ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചു. ഏതില്? പബ്ലിക് റിലേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. ആ കംപ്ലൈന്റുകൾ ഹിയർ ചെയ്യണം, അല്ലാതെ അത് റിട്ടേൺ കംപ്ലൈന്റിലേക്ക് പോകാൻ ഇടവരുത്തരുത് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇവിടെ കംപ്ലൈന്റ് ഇവിടെ തുടങ്ങിയത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തുടങ്ങി, അതിന്റെ പരിഹാരമാണ് നമ്മളവിടെ പബ്ലിക് റിലേഷൻസിൽ കണ്ടത്. മനസ്സിലായോ? അപ്പൊ അത് ഹാൻഡിൽ ചെയ്യുന്നതിൽ കഴിവുണ്ടായിരിക്കണം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്യുന്നവർക്ക്. അപ്പൊ ആ കഴിവുണ്ടെങ്കിൽ കംപ്ലൈന്റുകൾ ഇല്ലാതെ പോകുള്ളൂ. ക്ലിയർ ആയില്ലേ? പിന്നെ അത് തന്നെയാണ് കംപ്ലൈന്റുകൾ ഹാൻഡിൽ ചെയ്യുക. ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ട്സിലേക്ക് പോവാണെങ്കിൽ അതിനെ ഇല്ലാതാക്കുക, അത് സെറ്റിൽ ചെയ്യിപ്പിക്കുക. പിന്നെ ഹാൻഡ്ലിംഗ് ഡിസിപ്ലിനറി ആക്ഷൻസ് ആക്ഷൻ എടുക്കേണ്ടി വരും. അപ്പൊ ആക്ഷൻസ് തന്നെ എടുക്കേണ്ടി വരും. അപ്പൊ അത്തരം ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കുക. പിന്നെ കളക്റ്റീവ് ബാർഗെയിനിങ് അല്ലെ, എല്ലാവരും കൂടി ഒരുമിച്ച് ട്രേഡ് യൂണിയൻസ് ഒക്കെ ആയിട്ടൊക്കെ ചിലപ്പോ ഇതുപോലെയുള്ള കംപ്ലൈന്റുകളൊക്കെ പല ഓർഗനൈസേഷനിലും മുതലെടുക്കാൻ സാധ്യതകളുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ എന്ന് വിളിക്കുക. അപ്പൊ 4 പ്രധാനപ്പെട്ട റോളുകളാണ് പേഴ്സണൽ മാനേജർക്ക് ഉള്ളത്. പേഴ്സണൽ, വെൽഫെയർ, ക്ലറിക്കൽ, ഫയർ ഫൈറ്റിംഗ്, ലീഗൽ, ഇങ്ങനെ 4ആയിട്ട്. അത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ഏതൊക്കെ റോളുകളാണ് എന്നുള്ളത്. അല്ലെങ്കിൽ ഇന്നതൊക്കെ ഏതെങ്കിലും എന്തായിട്ട് വരും, പേഴ്സണൽ മാനേജറിന്റെ എന്താണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓരോന്നിലും 3 വീതമൊക്കെ, ഏറ്റവും ആദ്യത്തേല് 4 ഉണ്ട്. എന്താ പറയാ, 3ഉം 4ഉം ഒക്കെ വീതമുള്ള റൂളുകളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. ഇതിന്റെ ബാക്കി ഭാഗം ഒന്ന് അടുത്ത ദിവസം നോക്കിയിട്ട് വരുമോ നിങ്ങള്?
ഓക്കെ. ഓക്കെ, അപ്പൊ അടുത്ത ഭാഗം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇത്രയും വരെ നമ്മൾ റിവൈസ് ചെയ്ത ഭാഗം കൂടി ഒന്നുകൂടി നിങ്ങൾ അതിന്റെ നോട്ട് എടുത്ത് വെച്ച് നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റെഫറും ചെയ്യുക, ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക, ബാക്കി ഭാഗം കൂടി ഒന്ന് നോക്കിയിട്ട് വരിക കേട്ടാ. ഓക്കെ താങ്ക് യു മിസ്. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം കാണാം. ബൈ. താങ്ക് യു. Thank you, Miss. ഓക്കെ, താങ്ക് യു.